നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, മനോഹരമായ സന്ധ്യാസമയത്തിനായി ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. പുതിയ വർഷത്തിൻ്റെ ആരംഭമാസം ഞങ്ങൾ നിന്ന് കടന്നു പോകുന്നു. എത്ര വേഗമാണ് ദിവസങ്ങൾ കടന്നു പോകുന്നത് ഞങ്ങൾ ഓർത്ത് ഞങ്ങളുടെ ജീവിതം ക്രമപ്പെടുത്തി ദൈവത്തോടുകൂടെ യാത്ര തുടരുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതിന് ഞങ്ങളെ സഹായിക്കുന്ന സഭയ്ക്കായി സ്തോത്രം, പരിശുദ്ധാത്മാവിനായി സ്തോത്രം, ദൈവവചനത്തിനായി സ്തോത്രം, കൂട്ടായ്മകൾക്കായി സ്തോത്രം. ഇന്ന് ഞങ്ങൾ ആഗ്രഹത്തോടെ ദൈവസന്നിധിയിൽ ഒരുമിച്ച് വന്ന് കൂടിയിരിക്കുന്നു. നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, നീ ഞങ്ങളുടെ സംസാരിക്കണമേ. രോഗികളായി വന്നിരിക്കുന്നവർക്ക് സൗഖ്യം നൽകണമേ. മനോഭാരത്തോടെയോ നിരാശയോടെയോ ഭയത്തോടെയൊക്കെ വന്നിട്ടുള്ളവരുണ്ടെങ്കിൽ ഒരു സ്വസ്ഥതയും സമാധാനവും വിടുതലും നൽകണമേ. പുതിയ പുതിയ അനുഭവങ്ങളിലേക്കും തീരുമാനങ്ങളിലേക്കും ഞങ്ങളെ നയിക്കണമേ. ബലഹീനാടിനെ നീ ശക്തിപ്പെടുത്തിക്കൊള്ളണമേ. യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, കൃപയോടെ കേൾക്കണമേ. ആമേൻ. അഭിവന്യ ഡോക്ടർ യാക്കി മാർ കോറിലോസ് എപ്പിസ്കോപ്പ തിരുമേനി, അഭിവന്യ തിയോഡോറോസ് മെത്രാപ്പോലിത്ത തിരുമേനി, ബഹുമാനപ്പെട്ട അച്ഛന്മാരെ, പ്രിയപ്പെട്ട സുവിശേഷകരെ, ദൈവമക്കളെ, നിങ്ങൾക്കെല്ലാവർക്കും സ്നേഹവന്ദനം. ഈ വർഷത്തെ കൊട്ടാരക്കര കൺവെൻഷനിലും വന്ന് സംബന്ധിക്കുന്നതിനും ദൈവത്തിൻ്റെ വചനം നിങ്ങളോടൊപ്പം പങ്കുവെക്കുന്നതിനും എനിക്ക് ലഭിച്ച അവസരത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു വലിയ പദവിയായി ഇത് കരുതുന്നു. തന്നെ ഇവിടേക്ക് ക്ഷണിച്ച അഭിവന്യ തിരുമേനിയോടുള്ള ഹൃദയംഗമായ നന്ദി വളരെ വിനയത്തോടെ ഞാൻ അറിയിക്കുകയും ചെയ്യുന്നു. ഈ കൺവെൻഷന് എൻ്റെ പ്രായമാണ്, അതുകൊണ്ട് എനിക്ക് ഓർക്കാനായിട്ട് വളരെ സന്തോഷമുണ്ട്. മാർത്തോമാ സഭയിലെ മാരാമൻ കൺവെൻഷൻ കഴിഞ്ഞാൽ, മാർത്തോമാ സഭയിലെ എന്നല്ല ഏത് സ്ഥലത്തെയും വളരെ പ്രധാനപ്പെട്ട ഒരു കൺവെൻഷനാകുന്നല്ലോ കൊട്ടാരക്കര കൺവെൻഷൻ. ഇപ്പോൾ ഇതിൻ്റെ കോമ്പൗണ്ടും ചുറ്റുപാടും ഒക്കെ വളരെ മനോഹരമാക്കിയിരിക്കുന്നു. സഭയ്ക്ക് അഭിമാനകരമാം വിധം ഇത് മുൻപോട്ട് പോകുന്നതിൽ വളരെയധികം ഞാൻ സന്തോഷിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുന്നു. ഇന്ന് നാം വായിച്ച വേദഭാഗത്തേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. പണ്ട് ചെറുപ്രായത്തിൽ പഠിച്ച ഒരു ഇംഗ്ലീഷ് കവിത ഓർക്കുന്നു. പുസി ക്യാറ്റ് വേർ ഹാവ് യു ബീൻ? I have been to London to see the Queen. Pussy cat, what did you see there? I saw a rat running around the chair എന്ന് പണ്ടൊരു കവിത പഠിച്ചത് ഓർക്കുന്നു. പുസി ക്യാറ്റ് നീ എവിടെ പോയിരുന്നു? ഞാൻ ലണ്ടനിൽ പോയിരിക്കുകയായിരുന്നു. എന്തിനാണ് നീ പോയത്? ഞാൻ രാജ്ഞിയെ കാണാൻ പോയതാണ്. പുസി ക്യാറ്റ് നീ എന്നിട്ട് എന്ത് കണ്ടു? ഒരു എലി കസേരയുടെ ചുറ്റും ഓടുന്നത് കണ്ടേച്ച് ഞാനിങ്ങ് പോന്നു എന്നാണ് ആ കവിതയുടെ അർത്ഥം. നമ്മൾ വളരെ സന്തോഷത്തോടും ഒരുക്കത്തോടും ജാഗ്രതയോടും താല്പര്യത്തോടും ഒക്കെയാണ് സുവിശേഷ യോഗങ്ങൾ വരുന്നതെങ്കിലും ഒരു ചെറിയ അനക്കം മതി നമ്മുടെ ശ്രദ്ധയെല്ലാം തിരിയാൻ. ഇപ്പോൾ ഫോണെന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, അതൊരടി അടിച്ചാൽ തീർന്നു. അപ്പോൾ നമ്മുടെ ശ്രദ്ധയും പോയി, എല്ലാം പോയി. എല്ലാവരും കൂടി ആദ്യമായിട്ട് ഫോൺ കാണുകയാണെന്നുള്ള മട്ടിൽ അങ്ങോട്ട് നോക്കും. ആകെ നമ്മുടെ ശ്രദ്ധ പതറിപ്പോകുവാനാണ് സാധ്യതയുണ്ട്. അതുകൊണ്ട് ദയവായി നാം ദൈവവചനത്തിന് മുൻപാകെയാണ് വന്നിരിക്കുന്നത് എന്നുള്ള ഓർമ്മയോടുകൂടി കാണേണ്ടവനെ കണ്ട് കേൾക്കേണ്ടത് കേട്ട് മടങ്ങുവാൻ കർത്താവെ ഞങ്ങളെ സഹായിക്കണമെന്നുള്ള പ്രാർത്ഥനയോടുകൂടി നമുക്ക് ദൈവസന്നിധിയിൽ ആയിരിക്കാം. ഇന്ന് വായിച്ചതായ വേദഭാഗം വിശുദ്ധ പൗലോസ് തെസ്സലോനിക്ക സഭയ്ക്ക് എഴുതിയ 1-ാം ലേഖനത്തിലെ 2-ാം അധ്യായത്തിലെ ചില വാക്യങ്ങളാണ്. വിശുദ്ധ പൗലോസും സംഘവും 2ാമത്തെ മിഷണറി യാത്രയിലാണ് തെസ്സലോനിക്കയിൽ എത്തിയതെന്ന് അപ്പോസ്തല പ്രവൃത്തികൾ നമ്മൾ വായിക്കുന്നുണ്ട്. അവിടെ ചെന്ന് സുവിശേഷം പ്രസംഗിച്ചപ്പോൾ സാധാരണ സംഭവിക്കുന്നത് പോലെ അവിടെ ഒരു വിശ്വാസ സമൂഹം ഉടലെടുത്തു. ചില മാന്യ വനിതകളൊക്കെ സഭയോട് ചേർന്നു. അപ്പോൾ മെനക്കെട്ട് നടക്കുന്ന യഹൂദന്മാർ അവിടെയും ചെന്ന് പ്രശ്നമുണ്ടാക്കുന്നു. അങ്ങനെ പൗലോസിന് അവിടെ നിന്ന് പോകേണ്ടതായിട്ട് വന്നു. യരോവയിലേക്കും ബഥേനയിലേക്കും അഥേനയിലേക്കും ഒക്കെ പോയി എന്നാണ് നാം വായിക്കുന്നത്. അങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ ആളുകൾ വിമർശിക്കാനായിട്ട് തുടങ്ങി. ആർക്കാണ് സുവിശേഷം പ്രസംഗിക്കാൻ വയ്യാത്തത്? സുവിശേഷം പ്രസംഗിച്ചൊരു സഭ സംജാതമായി. പീഡനങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായപ്പോൾ സഭാംഗങ്ങളെ, വിശ്വാസികളെ ഇട്ടേച്ചു പോയത് ശരിയായില്ല എന്നും പറഞ്ഞ് വിമർശിക്കുവാനായിട്ട് തുടങ്ങി. ലോകത്തിൽ ഏറ്റവും അധികം വിമർശിക്കപ്പെടുന്നത് സുവിശേഷകരാണ്. സുവിശേഷകർ എന്ന് ഞാൻ പറഞ്ഞത് അച്ഛന്മാരും തിരുമേനിമാരും സുവിശേഷകരും എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ്. മാർത്തോമാ സഭ മുഴുവൻ സുവിശേഷ സംഘമാണല്ലോ. എല്ലാ മാർത്തോമാക്കാനും ഓരോ മാർത്തോമാക്കാനും ഒരു സുവിശേഷകനായിരിക്കണം എന്നുള്ളതാണ് നമ്മുടെ സഭയുടെ ലക്ഷ്യം. നമ്മൾ ആഗ്രഹിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന അങ്ങനെയാണെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ മിഷണറി പ്രസ്ഥാനമാണ് മാർത്തോമാ സഭ. ഏതാനും നാളുകൾക്ക് മുൻപ് മാരാമൻ കൺവെൻഷൻ സംബന്ധിച്ചപ്പോൾ ലഭിച്ച ഒരു ലഘുലേഖ ഞാൻ ഓർക്കുന്നു. കരയ്ക്ക് വിതരണം ചെയ്ത ലഘുലേഖയാണ്. അതിലെഴുതിയിരിക്കുകയാണ്, ഒരു മാർത്തോമാക്കാരൻ വർഷത്തിലൊരിക്കൽ ഒരാളെ ക്രിസ്തുവിങ്കലേക്ക് കൊണ്ടുവന്നിരുന്നുവെങ്കിൽ 20 വർഷം കൊണ്ട് ഇന്ത്യ മുഴുവൻ ക്രിസ്ത്യാനികളായേനെ. അതിൻ്റെ അകത്ത് എഴുതിയിരിക്കുകയാണ്, ഒരു മാർത്തോമാക്കാരൻ വർഷത്തിലൊരിക്കൽ ഒരാളെ ക്രിസ്തുവിങ്കലേക്ക് കൊണ്ടുവന്നിരുന്നുവെങ്കിൽ 20 വർഷം കൊണ്ട് ഇന്ത്യ മുഴുവൻ ക്രിസ്ത്യാനി. അതിനകത്ത് മാർത്തോമാക്കാർ എത്ര ഉണ്ടെന്നുള്ളത് അജ്ഞാതമാണ്. എന്നാൽ 10 ലക്ഷം എന്ന് വെച്ചാൽ 15 ലക്ഷം എന്ന് വെച്ചോ.
ഇപ്പോൾ 15 ലക്ഷമാണെങ്കിൽ അടുത്ത വർഷം അത് 30 ലക്ഷമാവും, അടുത്ത വർഷം 60 ലക്ഷം, 120 ലക്ഷം. അയ്യോ, 20 വർഷം വേണ്ട. അതിനു മുമ്പേ ഇന്ത്യ മുഴുവൻ ക്രിസ്തുവിൻ്റെ സന്നിധിയിലായേനെ. എന്നാൽ ഇപ്പോഴും 2.5% കിടക്കുന്നതിൻ്റെ കാരണം എന്താണ്? സുവിശേഷ വേലയിൽ നമ്മൾ ജാഗരൂകരല്ല എന്നുള്ളതാണ്. ഇന്നത്തെ ധ്യാനത്തിന് ഞാൻ കൊടുക്കുന്നതായ ഒരു ടൈറ്റിൽ സുവിശേഷ ദൗത്യം പൗലോസിൻ്റെ ശൈലിയിൽ എന്നുള്ളതാണ്. കാലം അന്ത്യത്തിലെത്തിയിരിക്കും, നമ്മളെല്ലാവരും വിലപിക്കുന്നവരാണ്. സുവിശേഷത്തിൻ്റെ വാതിൽ അവിടെ എവിടെയായി അടഞ്ഞു തുടങ്ങുമ്പോൾ ഒരു സുവിശേഷകൻ്റെ വേല ചെയ്യുവാനായി നാം തീരുമാനിക്കണം. 61ാമത് കൊട്ടാരക്കര കൺവെൻഷനിൽ ഒരു പുതിയ തീരുമാനം എടുത്തുകൊണ്ട് മടങ്ങുവാൻ നമുക്ക് സാധിക്കണം. എൻ്റെ ആയുസ് സുവിശേഷകനായി ഞാൻ ജോലി ചെയ്യും, സുവിശേഷകനായി ഞാൻ പ്രവർത്തിക്കും. പൗലോസ് വളരെ ശുഷ്കാന്തിയോടെ അവിടെ പോയി പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്തിട്ടും അദ്ദേഹത്തെ ആളുകൾ വിമർശിച്ചു. ഏറ്റവും അധികം വിമർശിക്കപ്പെടുന്നത് സുവിശേഷകരാണ്. ഏറ്റവും അധികം സമൂഹത്തിന് മുമ്പിൽ ഏറ്റവും അധികം വിമർശിക്കപ്പെടുന്ന സുവിശേഷകരാണ്, അച്ഛന്മാരാണ്, തിരുമേനിമാരാണ്. ഇപ്പോൾ എൻ്റെ പ്രസംഗം നീണ്ടുപോയാൽ നിങ്ങൾ പറയും അയാൾ കാരണം പോയി പറ്റാനൊക്കത്തില്ല. പ്രസംഗം നീണ്ടില്ലേ പിന്നെ അയാൾക്ക് വല്ലതും അറിയാമെങ്കിലല്ലേ പ്രസംഗിക്കാനൊക്കത്തുള്ളൂ. പ്രസംഗത്തിനകത്ത് കഥ പറയാമെങ്കിൽ പറയാൻ ഡെപ്ത് ഇല്ലാത്ത പ്രസംഗമാണ്. കഥ പറഞ്ഞില്ലേ പറയാൻ ഡ്രൈ ആ പ്രസംഗം. ഡൈ ചെയ്തുകൊണ്ട് വരാമെങ്കിൽ പറയാൻ വയസ്സം കറപ്പിച്ചുകൊണ്ട് വന്നേക്കുകയാണ്. ഡൈ ചെയ്തില്ലേ ഇവിടെ അയാൾക്ക് ഇച്ചിരി കരിയും വാരി തേച്ചുകൊണ്ട് നടക്കരുതോ. കാറേ വരാമെങ്കിൽ പറയാൻ പണ്ടത്തെ കൊട്ടറേച്ചിനൊക്കെ സൈക്കിൾ പോലും ഇല്ല, ഇപ്പോൾ അച്ഛന്മാർ കാറേ ഇറങ്ങത്തില്ല. ബൈക്കേ വരാൻ പറയും ഇയാൾക്കൊരു കാറ് വാങ്ങിക്കരുത്, കാശെല്ലാം ബാങ്കിലിട്ട് കളയാതെ. അച്ഛന്മാർ പോലും കഴിക്കാൻ പറയാൻ കഴിക്കാൻ ഇറങ്ങിയേക്കുക. കഴിച്ചില്ലേ പ്രയാക്കാണ് ദീനം, അതിന് നേർന്നതാണ്. അതായത് ഏത് രീതി നോക്കിയാലും വിമർശിക്കപ്പെടുന്നവരാണ് സുവിശേഷകർ. ഞാൻ സാധാരണ പ്രസംഗിക്കുമ്പോൾ പറയാറുണ്ട്, മാർത്തോമാ സഭയിലെ ഞായറാഴ്ച ഉച്ചയ്ക്കത്തെ ഓരോരുത്തരുടെയും ഡൈനിങ് ടേബിളിൽ ഒരു പ്രധാനപ്പെട്ട മെനു അച്ഛൻ ഫ്രൈ എന്ന് പറയും. ആരാധന കഴിഞ്ഞ് അങ്ങോട്ട് ചെല്ലുക, വാർത്ത എന്തുവാ ഇന്നത്തെ അങ്ങനെ പ്രസംഗം, എന്തൊരു കൃപയില്ല ഇപ്പോഴത്തെ അച്ഛന്മാർക്കെന്നും. നമ്മുടെ മക്കളൊക്കെ എന്ത് ചെയ്യുക, ബോട്ട്സ്വാനയിലും ബ്രൂണയിലും നടക്കുകയാണ്. ഇപ്പോഴത്തെ അച്ഛന്മാർ പോരാ. ഏറ്റവും അധികം വിമർശിക്കപ്പെടുന്നവരാണ് സുവിശേഷകർ, പട്ടക്കാർ. അതുകൊണ്ട് നമ്മളെല്ലാവരും സുവിശേഷകരാണ്. വിമർശനങ്ങൾക്ക് എന്താണ് മറുപടി? വിമർശനങ്ങളെ വിമർശനങ്ങൾ കൊണ്ട് നേരിടുവാൻ സാധിക്കത്തില്ല. വിമർശനങ്ങൾക്ക് ജീവിതമാണ് മറുപടി. അതുകൊണ്ട് തന്നെ വിമർശിച്ചതായ ആളുകളോട്, പ്രത്യേകിച്ച് അവിടെ സഭയിൽ ചേർന്ന മാന്യ വനിതകളുടെ പേര് ചേർത്ത് അധാർമികമായ ആരോപണം വരെ പൗലോസിൻ്റെ പേരിൽ ചെലുത്തിയെന്നാണ് പറയുന്നത്. അപ്പോൾ അത് വളരെ മനോവേദന പൗലോസിനുണ്ടാക്കിയെങ്കിലും അതിന് മറുപടിയായി പൗലോസ് എഴുതുന്ന സുതാര്യമായ കത്തുകളാണ് തെസ്സലോനിക്ക ലേഖനങ്ങൾ. വിമർശനങ്ങളെ വിമർശനങ്ങൾ കൊണ്ടല്ല നേരിടേണ്ടത്, വിമർശനങ്ങളെ ജീവിതം കൊണ്ട് നേരിടുവാൻ പഠിക്കണം. നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി പറഞ്ഞല്ലോ, എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ വിമർശനങ്ങൾക്ക് മുനയൊടിക്കുവാനായി നമ്മുടെ വാക്കുകൾക്ക് സാധിക്കത്തില്ല, നമ്മുടെ ജീവിതം കൊണ്ടേ സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെ വിമർശിച്ചവർക്ക് പൗലോസ് എഴുതുന്ന ഒരു സുതാര്യമായ കത്താണ്. ഒരു സുവിശേഷകൻ എങ്ങനെ ആയിരിക്കണം, ഞാൻ എങ്ങനെയാണ് നിങ്ങളുടെ അടുത്ത് ജീവിച്ചതെന്ന് വളരെ വ്യക്തമായി, വളരെ ട്രാൻസ്പെറൻ്റായി പൗലോസ് കാണിച്ചു കൊടുക്കുന്ന കത്തുകളാണ് തെസ്സലോനിക്ക ലേഖനങ്ങൾ. എന്താണ് സുവിശേഷ വേല എന്ന് പറഞ്ഞാൽ? സുവിശേഷ വേല എന്ന് പറഞ്ഞാൽ ദൈവവും ലോകവും നമ്മൾ അകലം കുറയ്ക്കുന്നതാണ്. ആധുനിക ലോകവും ദൈവവും നമ്മൾ അകലം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ടു റെഡ്യൂസ് ദ ഗൾഫ് ബിറ്റ്വീൻ ദ വേർഡ് ആൻഡ് ദ വേൾഡ്. വചനവും ലോകവും നമ്മൾ അകലം കുറയ്ക്കുന്നതാണ് സുവിശേഷ വേല. അത് രണ്ട് രീതിയിൽ കുറയ്ക്കുവാനായിട്ട് സാധിക്കും. ഒന്നുകിൽ ദൈവത്തെ ജനങ്ങളിലേക്ക് കൊണ്ടുവരിക, അല്ലെങ്കിൽ ജനങ്ങളെ ദൈവത്തിങ്കിലേക്ക് കൊണ്ടുപോവുക. ദൈവത്തെ ജനങ്ങളിലേക്ക് കൊണ്ടുവരിക, അല്ലെങ്കിൽ ജനങ്ങളെ ദൈവത്തിങ്കിലേക്ക് കൊണ്ടുപോവുക. ജനങ്ങളെ ദൈവത്തിങ്കിലേക്ക് കൊണ്ടുപോകുന്നതിനാണ് വചനം പഠിക്കുന്നത്. ദൈവവചനത്തിലൂടെയാണ് ജനങ്ങൾ ദൈവത്തിങ്കിലേക്ക് ആകർഷിക്കപ്പെടുന്നത്. ദൈവം ജനത്തിലേക്ക് ആകർഷിക്കപ്പെടുന്നത് പ്രസംഗിച്ചാൽ പോരാ, ജീവിതത്തിലൂടെയാണ്. അതുകൊണ്ടാണ് വചനമാകുവാനും വചനമേകുവാനും നമുക്ക് സാധിക്കണമെന്ന് പറയാം. വചനം ഏകിയാൽ പോരാ, വചനമാകാൻ സാധിക്കണം. വചനം പ്രസംഗിച്ചാൽ പോരാ, വചനം ജീവിതത്തിൽ പകർത്തുവാനായിട്ട് സാധിക്കണം. പൗലോസ് പറഞ്ഞതായ 2-3 വാക്കുകളിലൂടെ, 4 വാക്കുകളിലൂടെ താൻ എങ്ങനെയാണ് അവരുടെ അടുക്കൽ ജീവിക്കാനായിട്ട് ശ്രമിച്ചത് എന്ന് പൗലോസ് ഓർപ്പിച്ച കാര്യങ്ങൾ ഓർപ്പിക്കുവാനായിട്ടാണ് ഈ സന്ധ്യയിൽ ഞാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമതായി തെസ്സലോനിക്കർ എഴുതിയ 1 ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യം വായിച്ചാൽ, 4-ാം വാക്യം. ഞങ്ങളെ സുവിശേഷം ഫലമേൽപ്പിക്കേണ്ടതിന്
ഞങ്ങൾ ദൈവത്തിൻ്റെ മുൻപിൽ കൊള്ളാവുന്നവരായി തെളിഞ്ഞു. പൗലോസ് ഒന്നാമത് പറയുന്നത്, പൗലോസിന് എപ്പോഴും ഓർമ്മയുള്ളൊരു കാര്യമാണ്, ദൈവം എന്നെ തിരഞ്ഞെടുത്തതാണ്, എന്നെ സുവിശേഷം ഫലമേൽപ്പിച്ചതാണ് എന്നൊരു ഓർമ്മ എനിക്കുണ്ട്. പൗലോസ് അവിടെ ഉപയോഗിക്കുന്ന മെറ്റഫർ കാര്യവിചാരകൻ എന്നുള്ളതാണ്. എന്നെ ഒരു കാര്യവിചാരകനായി ദൈവം കണ്ടു, ഈ സുവിശേഷം ഫലമേൽപ്പിച്ചു. സുവിശേഷം എന്ന് പറഞ്ഞാൽ എന്താണ്? സുവിശേഷം എന്ന് പറഞ്ഞാൽ മൈൻഡ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ മനസാക്ഷി. ലോകത്തിൽ സംഭവിക്കുവാനുള്ള മിസ്റ്ററിയാണ്, മർമ്മമാണ് സുവിശേഷം. ആ സുവിശേഷം ഫലമേൽപ്പിക്കേണ്ടതിന് യാതൊരു യോഗ്യതയുമില്ലാത്തവനായ എന്നെ ദൈവം തിരഞ്ഞെടുത്തു. ദൈവത്തിന് സ്തോത്രം. അതാ പൗലോസ് പറയുന്നു. ഓരോ സുവിശേഷകൻ ഓർക്കേണ്ട ഒരു കാര്യമാണിത്. ദൈവം നമ്മളെ തിരഞ്ഞെടുത്തതായതുകൊണ്ട് നാം ദൈവത്തോട് കണക്ക് ബോധിപ്പിക്കുവാൻ ബാധ്യസ്ഥരാണ്. അക്കൗണ്ടബിലിറ്റി. നമ്മുടെ കഴിവ് കൊണ്ടല്ല നാം തിരഞ്ഞെടുക്കപ്പെട്ടത്, ദൈവത്തിന് നമ്മോട് കനിവ് തോന്നി എന്നുള്ളത് മാത്രമാണ്. കുഞ്ഞുണ്ണി മാഷ് പറയുന്നത് പോലെ, പൊക്കമില്ലാത്തതാണ് എൻ്റെ പൊക്കം എന്ന് പറയുന്നത് പോലെ, എൻ്റെ യോഗ്യതയില്ലായ്മയാണ് എൻ്റെ യോഗ്യത. അത് ഓരോ സുവിശേഷകരും ഈ ഒരു വിനയം എല്ലാ സുവിശേഷകർക്കും ഉണ്ടായിരിക്കണം. സുവിശേഷ വേലയിൽ പങ്കാളികളാകുന്ന എല്ലാവർക്കും അതുണ്ടായിരിക്കണം. പൗലോസിൻ്റെ ഒട്ടുമിക്ക ലേഖനങ്ങളും ആരംഭിക്കുന്നത് ദൈവേഷ്ടത്താൽ യേശുക്രിസ്തുവിൻ്റെ അപ്പോസ്തലനായ പൗലോസ് എന്ന ഞാൻ എന്ന് പറഞ്ഞുകൊണ്ടാണ്. എന്ന് പറഞ്ഞാൽ എന്താണ്? എൻ്റെ ഇഷ്ടപ്രകാരം ഞാൻ അപ്പോസ്തലനായതല്ല. എൻ്റെ ഇഷ്ടം എന്തായിരുന്നു? എൻ്റെ ഇഷ്ടം സഭയെ മുടിക്കുക എന്നുള്ളതായിരുന്നു. എന്നാൽ സഭയുടെ 1-ാം നമ്പർ ശത്രുവായ എന്നെ സ്നേഹിച്ച് ദമസ്കോസിൻ്റെ പടിവാതിക്കൽ വെച്ച് എന്നെ സ്വീകരിച്ചവനായ ദൈവം ഈ സുവിശേഷം എന്നെ ഫലമേൽപ്പിക്കേണ്ടതിന് ഞാൻ ദൈവത്തിന് കൊള്ളാവുന്നവനായി തെളിഞ്ഞു. അത് മാത്രമാണ് എൻ്റെ യോഗ്യത. നമ്മളെല്ലാവരും വിനയത്തോടെ ഓർക്കും. ഞാൻ പലപ്പോഴും ഇങ്ങനെയുള്ള വലിയ കൺവെൻഷനിൽ നിന്ന് പ്രസംഗിക്കുമ്പോൾ എൻ്റെ ഹൃദയം അങ്ങ് സന്തോഷം കൊണ്ടോ നന്ദി കൊണ്ടോ ഒക്കെ വിങ്ങിപ്പൊട്ടാറുണ്ട്. മാരാമൻ കൺവെൻഷൻ ഒഴിച്ച് മാർത്തോമാ സഭയിലെ എല്ലാ കൺവെൻഷനും പ്രസംഗിക്കുവാനായിട്ട് ദൈവം എളിയവനായി എനിക്ക് അനുവാദം തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ പശ്ചാത്തലം അറിയാവുന്നതുകൊണ്ട് ഞാൻ പറയുകയാണ്, അഭിവന്യ തിരുമേനിമാരുടെ ഒപ്പം ഇരുന്ന് ഇവിടെ നിന്ന് വചനം പ്രസംഗിക്കാൻ എന്താണ് എൻ്റെ യോഗ്യത? ഒരു യോഗ്യതയുമില്ലാത്തവനായ എന്നെ സുവിശേഷം ഫലമേൽപ്പിക്കേണ്ടതിന് ഞാൻ ദൈവത്തിന് മേൽ കൊള്ളാവുന്നവനായി തെളിഞ്ഞു എന്നൊരു വിനയം എനിക്ക് എപ്പോഴും വേണം. നമുക്ക് നഷ്ടപ്പെടുന്ന ഒന്നാണ് ഈ വിനയമെന്ന് പറയുന്നത്. ഒന്ന് പ്രസംഗിക്കാൻ അറിയാമെങ്കിൽ, ഒന്ന് പ്രാർത്ഥിക്കാൻ അറിയാമെങ്കിൽ അദ്ദേഹത്തിന് പിന്നെ സംശയമാണ്, പുള്ളി ഒരു ദൈവമാണോ? പിന്നെ തൊട്ട് തലയെ താഴെ ഇടുക, തൊട്ടാലാണ് താഴെ വീഴുക, ഊതി താഴെ ഇടുക. എന്തെല്ലാം വേലയിറക്കുകളാണ് ഈ സുവിശേഷ വേലയിൽ നടക്കുന്നത്. അങ്ങ് വീർത്ത് തന്നെത്താൻ അങ്ങ് മെത്രാപ്പോലീത്ത ആവുക. ഈയിടെ ഒരാൾ പറഞ്ഞത് എന്നോടുള്ള ബഹുമാനം കൊണ്ട് ഞാൻ തന്നെ അങ്ങ് എഴുന്നേറ്റ് നിൽക്കുമെന്ന്. എനിക്ക് തന്നെ താങ്ങാൻ വയ്യ, ഞാൻ തന്നെ അങ്ങ് എഴുന്നേറ്റ് നിൽക്കുക, വേറെ ആരും എഴുന്നേൽക്കുന്നില്ല. അഹങ്കാരം അങ്ങോട്ട് മൂത്തിട്ട് നാം വെറും മണ്ണും ചാരവുമാകുന്നു എന്നോർക്കണം. നമ്മുടെ നടപ്പും ഭാവമൊക്കെ ഉണ്ടോ? ഇത് വല്ല ഓർമ്മയുണ്ടോ? ഇവിടെ പുത്തമ്പലക്കിലച്ഛൻ പ്രസംഗിച്ചു. നമ്മൾ ഈ ഒരാൾ സെമിത്തേരിയുടെ അടുത്തൂടെ പോവാണ്. നമ്മളെയൊക്കെ അടക്കുകയാണല്ലോ, മറ്റുള്ളവരെയൊക്കെ ദഹിപ്പിക്കുകയാണ്, സഹോദര മതത്തിലുള്ളവരെയൊക്കെ ദഹിപ്പിക്കുക. നമ്മളെ അടക്കുക ആയതുകൊണ്ട് നമ്മളിങ്ങനെ സെമിത്തേരിയിലെ പുഴുവിനിരയാകാനുള്ളവരാണ്. അപ്പോൾ അച്ഛൻ പറയുകയാണ്, ഇങ്ങനെ വല്ല സ്പ്രേ ഒക്കെ അടിച്ച് പോകുന്നത് കണ്ടുകൊണ്ട് പുഴുവെല്ലാം കൂടെ പറയാം, നാളത്തെ എൻ്റെ പലഹാരമാണ് പോകുന്നതെന്ന്. ഇതുവല്ലോ നമുക്കൊരു ചിന്തയുണ്ടോ? നാളത്തെ എൻ്റെ പലഹാരമാണ് പോകുന്നത്. നടപ്പ് കണ്ടാത്തുന്ന ആനയാണ്. വേദപുസ്തകത്തിൽ പ്രധാനപ്പെട്ട സന്ദേശമാണിത്. നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തതല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തതാണ്. ഇത് മറക്കരുത്. പ്രത്യേകിച്ച് സുവിശേഷ വേലയിലായിരിക്കുന്നവർ ഇത് മറക്കരുത്. നമ്മുടെ കഴിവുകൊണ്ട് നാം തിരഞ്ഞെടുക്കപ്പെട്ടതല്ല, ദൈവത്തിന് നമ്മുടെ ഇഷ്ടം. ഇത് പഠിപ്പിക്കാൻ വേണ്ടി ഒരുപാട് സംഭവങ്ങൾ വേദപുസ്തകത്തിലുണ്ട്. നമുക്കെല്ലാവർക്കും പരിചയമുള്ളൊരു സംഭവം ഞാൻ നിങ്ങളെ ഓർപ്പിക്കാം. യിരെമ്യാ പ്രവചനം 18-ാം അധ്യായത്തിൽ പറയുന്നു, നീ കുശവൻ്റെ ആലയിലേക്ക് ചെല്ലുക. അവിടെ വെച്ച് ഞാൻ നിന്നെ ഒരു പാഠം പഠിപ്പിക്കാൻ പോവുകയാണ്. കുശവൻ്റെ ആലയിലേക്കെന്ന് പറഞ്ഞാൽ നമ്മുടെ സമൂഹത്തിലെ വളരെ താഴെ സ്ഥിതി ചെയ്യുന്നൊരു സമൂഹമാകുന്നുവല്ലോ, അങ്ങനെയാണല്ലോ നമ്മൾ കരുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ദൃഷ്ടിയിൽ ചെറുതെന്ന് തോന്നുന്ന സ്ഥലത്ത് നിന്ന് പല കാര്യങ്ങളും നമുക്ക് പഠിക്കുവാനായിട്ട് സാധിക്കും. ഞാനവിടെ ചെന്നപ്പോഴെന്താണ് കണ്ടത്? കുശവൻ ആലയിൽ മണ്ണ് വെച്ച് പാത്രം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്, ചക്രത്തിൽ വെച്ച്. അപ്പോൾ ഞാനൊരു പാഠം പഠിച്ചു. എന്താണ് ഞാൻ പഠിച്ചത്? എവിടെയോ പാടത്ത് കിടന്ന ഈ കറുത്ത മണ്ണ് എങ്ങനെയാണ് ഇവിടെ എത്തിയത്? ആ മണ്ണിൻ്റെ പ്രത്യേകതയല്ല, ആ ഒരുപടി മണ്ണിനോട് ആ കുശവൻ ഇഷ്ടം തോന്നി എന്നുള്ളത് മാത്രമാണ് അതിൻ്റെ പ്രത്യേകത. പ്രിയപ്പെട്ടവരെ, മനോഹരമായി പന്തലിൻ കീഴിൽ ഇരുന്നുകൊണ്ട് ദൈവത്തിൻ്റെ വചനം നാം കേൾക്കുമ്പോൾ ഒരിക്കലും വിചാരിക്കും നമ്മുടെ യോഗ്യത കൊണ്ട് ഇവിടെ എത്തിയതാണെന്ന് വിചാരിക്കരുത്. നമ്മളെക്കാൾ ആരോഗ്യമുള്ളവർ, നമ്മളെക്കാൾ കരുത്തുള്ളവർ, നമ്മളെക്കാൾ സൗകര്യമുള്ളവർ നടക്കാൻ വയ്യാതെ ഇരിക്കുമ്പോൾ
ക്ഷീണിതനായിരിക്കുമ്പോൾ ആരോഗ്യത്തോടുകൂടി ദൈവത്തിൻ്റെ വചനവുമേന്തി ഇവിടെ വരുവാൻ സാധിച്ചത് ദൈവത്തിൻ്റെ കൃപയാണെന്ന് ഓർക്കണം. ഒരു പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുവാനും 1 മാസം പൂർത്തിയാക്കുവാനും സാധിച്ചത് ദൈവത്തിൻ്റെ കൃപയാണെന്ന് ഓർക്കണം. നമ്മളിവിടെ എത്തിയിരിക്കുന്നത് നമ്മുടെ കഴിവുകൊണ്ടല്ല. എന്തോ കുശവൻ ആ ഒരുപിടി മണ്ണിനോട് ഇഷ്ടം തോന്നിയത് കൊണ്ടാണ്. എന്തിനാണ് എടുത്തുകൊണ്ട് വന്നത്? ചക്രത്തിൽ വെച്ച് പണിയാനാണ്. ചക്രത്തിൽ വെച്ച് പണിയുമ്പോൾ വേദനയെടുക്കും. ആ കുശവന് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഏതോ ഒരു രൂപമുണ്ട്. ഒരു പാത്രം ഉണ്ടാക്കാൻ ആ രൂപമാകുന്നത് വരെ ഇങ്ങനെ പണിതുകൊണ്ടിരിക്കും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, വേദനയിലൂടെയും ഭാരങ്ങളുടെയും കടന്നു പോകുന്നതിനെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ നിന്നെ പണിയുന്ന കുശവന് നിന്നെക്കുറിച്ചൊരു ഉദ്ദേശമുണ്ട്. അതിനുവേണ്ടി പണിതുകൊണ്ടിരിക്കുകയാണ്. അത് വേദനാജനകമാണ്. എപ്പോഴും രൂപാന്തരം വേദനാജനകമാണ്. കളയേണ്ടതൊക്കെ ചെത്തിക്കളയും, സ്വീകരിക്കേണ്ടത് മാത്രം സ്വീകരിക്കും. അപ്പോൾ വേദനയെടുക്കും. ഫലം കായ്ക്കുന്നതൊക്കെയും അധികം ഫലം കായ്ക്കേണ്ടതിന് ചെത്തി വെടിപ്പാക്കിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വേദനയിലൂടെ കടന്നു പോകുന്നവർ, കഷ്ടതയിലൂടെ കടന്നു പോകുന്നവർ, തീച്ചുളയിലൂടെ കടന്നു പോകുന്നവർ, അധികം പ്രാവശ്യം തീയിലൂടെ കടന്നു പോകുന്നവരാണ് സ്വർണം കൂടുതൽ ശുദ്ധിയാകുന്നതെന്ന് പറയുന്നത് പോലെ നമ്മളെ ശുദ്ധീകരിക്കുവാൻ വേണ്ടി നമ്മളെ മെനഞ്ഞുകൊണ്ടിരിക്കുന്ന കുശവനൊരു ഇഷ്ടമുണ്ട്, നമ്മളെക്കുറിച്ചൊരു ഉദ്ദേശമുണ്ട്. അത് പൂർത്തിയാക്കുന്നത് വരെയും പണിതുകൊണ്ടിരിക്കും. ആ കുശവൻ്റെ കൈ നമ്മൾ മേൽ പതിഞ്ഞു എന്നുള്ളതാണ് നമ്മുടെ വില. അതൊരിക്കലും മറക്കരുത്. കൊച്ചുപ്രായത്തിൽ വായിച്ചൊരു കഥ ഞാൻ ഓർക്കുന്നു. ബാലരമയിൽ ഇറാനിലെ ഭരണാധികാരിയായ ഷാ ഒരു ഫാക്ടറി കാണാനായിട്ട്, ഒരു കളിമൺ ഫാക്ടറി കാണാൻ പോയി. സെറാമിക് പ്ലേറ്റുകൾ ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറി കാണാനായിട്ട് പോയി. വളരെ മുൻപുള്ള കഥയാണ്. അദ്ദേഹം വളരെ സന്തോഷത്തോടെ ഇങ്ങനെ കറുത്ത ചെളിയാണ് ആദ്യം കയറ്റി വിടുന്നത്. ഫാക്ടറിയുടെ ആദ്യം ഒടുവിൽ ഇറങ്ങി വരുമ്പോൾ മനോഹരമായ പൂപ്പാത്രങ്ങളാണ് ഇറങ്ങി വരുന്നത്. ഈ കാഴ്ച കണ്ടുകൊണ്ട് അത്ഭുതപ്പെട്ടു പോയ ഷാ കയറിയ പാത്രത്തിൽ അങ്ങ് പിടിച്ചു. പക്ഷെ ആ പാത്രം ഉണങ്ങിയതായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ 10 വിരലുകളും അതിലങ്ങ് പതിഞ്ഞു. അദ്ദേഹം സോറിയൊക്കെ പറഞ്ഞു. പക്ഷേ ആ ഫാക്ടറിയുടെ ഉടമ ഒന്നും പറയാതെ പാത്രം എടുത്ത് മാറ്റി വെച്ചു. ഷാ ഒത്തിരി സോറിയൊക്കെ പറഞ്ഞു. പിറ്റേ ദിവസത്തെ ഇറാനിലെ പത്രങ്ങളിലൊക്കെ ഒരു വാർത്ത വന്നു. ഇറാനിലെ ഷായുടെ കരങ്ങൾ പതിഞ്ഞ ഒരു പാത്രം വിൽക്കാനുണ്ട്. അതിന് എത്രമാത്രം വില വരും? പണ്ട് കിട്ടാമായിരുന്നതിൻ്റെ ഇരട്ടി, ലക്ഷക്കണക്കിന് ഇരട്ടി വിലയാണ് കിട്ടാനായിട്ട് വന്നത്. പ്രിയപ്പെട്ടവരെ, എൻ്റെ കർത്താവിൻ്റെ കരം എന്നെ തൊട്ടു എന്നുള്ളതാണ് എൻ്റെ വില. വിലയില്ലാത്തവനായ എന്നെ, വെറും കൊശകച്ചെളിയായിരുന്നവനായ എന്നെ എൻ്റെ കർത്താവ് പണിതുകൊണ്ടിരിക്കുന്നു. അവൻ്റെ കരം എന്നിൽ പതിഞ്ഞു എന്നുള്ളതാണ് എൻ്റെ വില. പണിതുകൊണ്ടിരുന്നപ്പോൾ ആ പാത്രം കോടിപ്പോയപ്പോൾ എറിഞ്ഞു കളയാതെ വീണ്ടും ചവിട്ടിക്കുഴച്ച് പാത്രമാക്കി രൂപാന്തരപ്പെടുത്തി എറിഞ്ഞു കളയാനായിരുന്നെങ്കിൽ കഴിഞ്ഞ വർഷം എത്രയോ പ്രാവശ്യം നമ്മൾ എറിഞ്ഞു കളയാമായിരുന്നു. എറിഞ്ഞു കളയാതെ വീണ്ടും വീണ്ടും അവസരങ്ങൾ തന്ന് നമ്മെ പുലർത്തിക്കൊണ്ടിരിക്കുന്നവനായ ദൈവം. പൗലോസ് പറയുകയാണ്, എന്നെ സുവിശേഷം ഫലമേൽപ്പിക്കേണ്ടതിന് ഞാൻ ദൈവത്തിന് മുമ്പിൽ കൊള്ളാവുന്നവനായി തെളിഞ്ഞു. ഞാൻ കൊള്ളാവുന്നവനായിട്ടല്ല, എന്തോ കർത്താവിന് എന്നോട് ഇഷ്ടം തോന്നി. ഈ സുവിശേഷത്തിൻ്റെ മർമ്മം, ദൈവത്തിൻ്റെ മർമ്മം, ദൈവത്തിൻ്റെ ഹിതം എന്നെ ഫലമേൽപ്പിക്കുവാൻ തക്കവണ്ണം ദൈവത്തിന് എന്നോട് ഇഷ്ടം തോന്നി. ഈ ഒരു വിനയം, ഈ ഒരു അക്കൗണ്ടബിലിറ്റി, ഈ കണക്ക് ബോധിപ്പിക്കേണ്ടതാണെന്നുള്ളൊരു ബോധ്യം നമുക്കുണ്ടാകണം. അതെന്ന് നഷ്ടപ്പെടുന്നോ അവിടെ നമ്മുടെ സുവിശേഷ വേലയുടെ പരാജയമാണ്. രണ്ടാമത് പൗലോസ് പറയുന്ന മെറ്റഫറാണ് 13-ാമത്തെ വാക്യം. ഞങ്ങൾ പ്രസംഗിച്ച ദൈവവചനം, എന്നെ ഏൽപ്പിച്ച വചനം ഞാൻ എന്ത് ചെയ്തു? എന്നെ ഏൽപ്പിച്ച വചനം ഞാൻ പ്രസംഗിച്ചു. വചനം പ്രസംഗിക്കാനുള്ളതാണ്. പ്രസംഗമാണ്. ലോകത്തിലെ ഏറ്റവും അധികം ആളുകൾ മാനസാന്തരപ്പെട്ടുള്ളത് പ്രസംഗത്തിലൂടെയാണ്. യേശുക്രിസ്തു വലിയ പ്രസംഗകനായിരുന്നു. തുടങ്ങിയാൽ പിന്നെ നിർത്താതെ പ്രസംഗിക്കും. കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ച യോഹന്നാൻ സ്നാപകന്റെ പ്രസംഗത്തെക്കുറിച്ചാണ്. രൂക്ഷമായ പ്രസംഗം. ഞാൻ ഈ സ്റ്റേജിൽ തന്നെ എന്ന് പറഞ്ഞിട്ടുണ്ട്, ഒരു സുവിശേഷ പ്രസംഗം എൻ്റെ പിതാവ് കേട്ടത് കൊണ്ടാണ് എനിക്കിന്ന് ഇവിടെ നിന്ന് പ്രസംഗിക്കാനായിട്ട് എനിക്ക് യോഗ്യത കിട്ടിയത്. ഒരു പ്രസംഗം എൻ്റെ പിതാവ് കേട്ടു. ഒരു സുവിശേഷ പ്രസംഗം കേൾക്കാൻ എൻ്റെ പിതാവിന് അവസരം ലഭിച്ചു. അപ്പം നിങ്ങൾ വിചാരിക്കും, മാർത്തോമാ സഭയിലെ ഒരു അച്ഛൻ്റെ അപ്പൻ ഒരു സുവിശേഷ പ്രസംഗം കേട്ട അത്ര വലിയ കാര്യമാണോ? അത്ര വലിയ കാര്യമാണ്. കാരണം എൻ്റെ പിതാവ് ഒരു ക്രിസ്ത്യാനിയായിരുന്നില്ല, അക്രൈസ്തവനാണ്. നായർ സമുദായത്തിൽ പിറന്ന ആളാണ് എൻ്റെ പിതാവ്. നിങ്ങൾക്കറിയാം, ഞാൻ പല പ്രാവശ്യം ഇവിടെ തന്നെ പ്രസംഗിച്ചിട്ടുള്ളതാണ്. വളരെ സാമൂഹ്യ ശേഷിയുള്ള ഉന്നതമായ നായർ തറവാട്ടിൽപ്പെട്ട ആളാണ് എൻ്റെ പിതാവ്. കടമ്മനിട്ട വഴിത്താനത്ത് മേച്ചേരിപ്പറമ്പിൽ കൃഷ്ണപിള്ളയാണ് എൻ്റെ പിതാവ്. എൻ്റെ അമ്മച്ചി കീക്കഴൂർ താനുവേലിൽ മലമന്നത്ത് മുണ്ടപ്പിലാക്കൽ ദേവകിയമ്മ. 2 തറവാടുകളും വളരെ ഉന്നത സ്ഥാനീയരായ നായർ തറവാടുകളാണ്. പക്ഷേ എൻ്റെ അമ്മച്ചി നാമം ജപിക്കുന്ന സന്ധ്യാസമയത്ത് ദീപം കൊളുത്തി നാമം ജപിക്കുന്നത്, ഈ നരകത്തിൽ നിന്ന് എന്നെ കരകയറ്റിയിടണേ തിരുവയ്ക്കം വാഴി ശിവശംഭോ എന്നാണെന്ന് കേട്ടിട്ടുണ്ട്. ഞാൻ ജനിക്കുന്നതിന് മുമ്പാണ്. എല്ലാ ജീവിത ചുറ്റുപാടുകളുണ്ടെങ്കിലും എന്തിനാണ് ദേവകിയമ്മ ഇങ്ങനെ നാമം ജപിക്കുന്ന എല്ലാവരും സംശയിക്കുമായിരുന്നു. എൻ്റെ പിതാവ് ഒരു അമിത മദ്യപാനിയായിരുന്നു. അതുകൊണ്ടാണ്. ഈ ലോകത്തിലൊരു നരകമുണ്ടെങ്കിൽ അത് മദ്യപാനിയുടെ ഭവനമാണ്. ആ നരകം മുഴുവൻ അനുഭവിച്ച ഒരാളാണ് എൻ്റെ അമ്മച്ചി.
നരകത്തിൽ നിന്ന് കരകയറ്റൻ അമ്മച്ചി നാമം ജപിച്ച് മാത്രമല്ല, എൻ്റെ പിതാവ് ആഗ്രഹിച്ചൊരു മോചനം. 14 വർഷം ശബരിമലയിൽ പോയി. പാതഹരേ പാപഹര. 14 വർഷം കഠിനമായ നോയമ്പ് നോറ്റ് ശബരിമലയിൽ പോയി. ശബരിമലയിൽ മാത്രമല്ല, എല്ലാ ഹൈന്ദവ ക്ഷേത്രങ്ങളിലും, ഭാരതത്തിലും എല്ലാ ഹൈന്ദവ ക്ഷേത്രങ്ങളിലും പോയി. അറിഞ്ഞുകൊണ്ടാണ് ഞാൻ ഹൈന്ദവ ക്ഷേത്രമെന്ന് പറഞ്ഞത്. അവിടെ പോയുള്ളൂ. നമ്മളാണ് രണ്ടിടത്തും പോകുന്നത്. ചെട്ടികുളങ്ങര അമ്മയ്ക്ക് നേരുന്ന മാർത്തോമാക്കാരെ എനിക്കറിയാം. ചക്കുളത്തുകാവിൽ പൊങ്കാലയിടാൻ പോകുന്നവരെ എനിക്കറിയാം. എല്ലാ പള്ളികളിലും ഉരുളാനും മുട്ടേ നീന്താൻ പോകുന്നവരെ എനിക്കറിയാം. ഇതൊന്നും കൂടാതെ കുർബാന കഴിഞ്ഞ് അവിടെ ഇവിടെയും തുള്ളാൻ പോകുന്നവരെ എനിക്കറിയാം. എങ്ങനെയും കുർബാന കഴിഞ്ഞ് ഓട്ടമാണ്. അങ്ങനെയായിരുന്നില്ല, കഠിനമായ നോയമ്പ് നോറ്റ് ഹൈന്ദവ തീർത്ഥാടന കേന്ദ്രങ്ങളെല്ലാം പോയ ആളാണ്. 14 വർഷം ശബരിമലയിൽ പോയി. പാതഹരേ പാപഹര. ചെരിപ്പിടാവ് അയ്യപ്പനെ തൊഴുതാൽ പാപഹരിക്കപ്പെട്ടവനായി മടങ്ങി വരാം. കഠിനമായ നോയമ്പ് നോറ്റ് ഇരുമുടി കെട്ടുമേന്തി 12 വർഷം കഴിഞ്ഞാൽ പെരിയസ്വാമിയാണ്. അവിടെ ചെല്ലുമ്പോൾ ആദ്യം കാണും തത്വമസി എന്നാണ്. അതായത് എന്തിനാ ഇങ്ങോട്ട്, നമ്മളെല്ലാം ഒരുപോലെ ഉള്ളല്ലോ, എന്തിനാ ഇങ്ങോട്ട് വന്നെന്ന് ആദ്യം എഴുതി വെച്ചേക്കുന്നത്. എന്നാലും അവിടുത്തെ പൂജാകർമ്മങ്ങളൊക്കെ ചെയ്ത് കഴിയുമ്പോൾ കേൾക്കാം, പരിത്രാണായ സാധൂനാം വിനാശായ ദുഷ്കൃതം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. ദുഷ്ടന്മാരെ നിഗ്രഹിച്ച് നീതിവാന്മാരെ രക്ഷിക്കുവാൻ യുഗങ്ങൾ തോറും അവതരിക്കുവാൻ ദൈവങ്ങളുടെ മുൻപാകെ 24 മണിക്കൂർ മദ്യത്തിൽ മുഴുകി നടക്കുന്ന കൃഷ്ണപിള്ളയ്ക്ക് എന്താണ് രക്ഷ? അദ്ദേഹത്തിൻ്റെ പേര് 20 വയസ്സായപ്പോൾ നാട്ടുകാരൊന്ന് പരിഷ്കരിച്ചു. KD കൃഷ്ണപിള്ള എന്ന് വിളിക്കാൻ തുടങ്ങി. ഇനീഷ്യൽ അല്ല, അദ്ദേഹത്തിൻ്റെ സ്വഭാവം കൊണ്ട് വിളിച്ചതാണ്. അദ്ദേഹം നോയമ്പ് നോറ്റതിൻ്റെ കേട് തീർത്ത് കുടിക്കാൻ തുടങ്ങി. ഏറ്റവും സങ്കടം, അദ്ദേഹത്തിന് ഇടത്തും വലത്തും നടന്ന് മദ്യപിച്ചത് 2 ക്രിസ്ത്യാനികളാണ്. അതങ്ങനെയാണല്ലോ, വാങ്ങിച്ചു കൊടുത്താൽ മതി, കുടിച്ച് സഹായിക്കും. അങ്ങനെ ഒരു ഗുണമുണ്ട്. ഒന്നൊരു മർത്തോമാക്കാരൻ, മറ്റേ ആളാരാന്ന് അഭിയൊന്ന് തിരുമേനി ഇരിക്കുന്നതുകൊണ്ട് ഞാൻ പറയുന്നില്ല ഏത് സഭക്കാരനാണ്. ഒരു ദിവസം കുടിച്ച് വയറ് നിറഞ്ഞപ്പോൾ മർത്തോമാക്കാരൻ അച്ചായൻ പറഞ്ഞു, പിള്ളേച്ചാ നമുക്കിനി ഒരു യോഗം കേൾക്കാൻ പോകാം. ചിലക്കിങ്ങനെ അകത്തി എന്നുള്ള യോഗം കേൾക്കാൻ പോകണം. അങ്ങനെ വിളിച്ചുകൊണ്ട് പോയതാണ് റാന്നി ഉദിമൂട് ഒലിവുമല കൺവെൻഷൻ. കിഴക്കിൻ്റെ മാരാമണം എന്നറിയപ്പെടുന്ന സാധു കൊച്ചുഞ്ഞുപദേശ സ്ഥാപിക്കപ്പെട്ട വലിയ കൺവെൻഷൻ. തലേക്കെട്ടും കെട്ടി എളിയിൽ 2 കടാരിയും തിരികെ KD കൃഷ്ണപിള്ളയും, ഇടത്തും വലത്തും 2 ക്രിസ്ത്യാനി കൂട്ടുകാരും തുരുമ്പ് വെളിവില്ലാതെ പോയി. പന്തലിൽ കയറാ തെങ്ങേച്ചാരി നിന്നു. അവരെ കണ്ടപ്പോൾ തന്നെ സംഘാടകർക്ക് ഭീതിയും ഭയവും ഉണ്ടായി കാണും. അന്ന് പ്രസംഗിച്ച ദൈവദാസൻ ആരാണെന്ന് അറിയത്തില്ല. പക്ഷേ എൻ്റെ അപ്പച്ചന് അതിൻ്റെ വാക്യം ഓർമ്മയുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷമാണ് എൻ്റെ പിതാവ് മരിച്ചത്. 96-ാമത്തെ വയസ്സിൽ അഭിയോൻ തിരുമേനിയൊക്കെ സംബന്ധിച്ചിരുന്നു സംസ്കാരത്തിൽ. അതേ അവസാനം വരെ ആ ഓർമ്മയുണ്ടായിരുന്നു. കാണാതെ പോയതിനെ തിരഞ്ഞ് രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നതെന്നുള്ള വാക്യമാസ്പദമാക്കി കാൽവരി ക്രൂശിൽ വെളിപ്പെട്ട മഹാസ്നേഹത്തെക്കുറിച്ച് പ്രസംഗിച്ച ദൈവദാസൻ പരിശുദ്ധാത്മാവിനെ നിറഞ്ഞു. പരിശുദ്ധാത്മാവ് ധൈര്യത്തിൻ്റെയും ശക്തിയുടെയും ആത്മാവാണ്. പിന്നെ ആരെ പേടിക്കാനാണ്? ദൈവാത്മാവിനെ നിറഞ്ഞു കഴിഞ്ഞപ്പോൾ തെങ്ങേച്ചാരിക്കുന്ന KD കൃഷ്ണയുടെ നെഞ്ചിനേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, സഹോദര, യേശു നിന്നെയും സ്നേഹിക്കുന്നു. അതാണ് സുവിശേഷം. ഏത് മദ്യപാനിയോടും യേശു നിന്നെ സ്നേഹിക്കുന്നു, സഹോദര എന്ന് വിളിക്കണം. ആ സഹോദര എന്ന് വിളിച്ചപ്പോഴേ പകുതി മാനസാന്തരപ്പെട്ട് കാണും. യേശു നിന്നെ സ്നേഹിക്കുന്നു. നിന്റെ തകർന്ന ജീവിതത്തിലേക്ക് യേശു പ്രവേശിച്ചാൽ നിന്റെ കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടും. യേശു നിന്നെ സ്നേഹിക്കുന്നു. 3 പ്രാവശ്യം പറഞ്ഞു. സന്ധി മജകളെ തുളച്ചു കയറും ദൈവത്തിൻ്റെ വചനം. ഇരുവായ്ത്തലയുള്ള വാളാൻ ദൈവത്തിൻ്റെ വചനം എൻ്റെ പിതാവിനെ കീഴ്പ്പെടുത്തി. എന്നെ സ്നേഹിക്കുന്ന ദൈവമുണ്ടെങ്കിൽ എൻ്റെ ശിഷ്ടായുസ ദൈവത്തിന് വേണ്ടി എന്ന് പറഞ്ഞ് ദൈവകരങ്ങളിലേക്ക് ഒരു എടുത്തിയാട്ടം വെച്ചു കൊടുത്തു എൻ്റെ പിതാവ്. അന്നു മുതൽ ഞങ്ങളുടെ ജീവിതം സ്വർഗീയ ആനന്ദം അനുഭവിക്കുന്ന ഭവനമായി എന്ന് മാത്രമല്ല, ഞങ്ങളെ രക്ഷിച്ചവനായ കർത്താവിനെ കുറിച്ച് മറ്റുള്ളവരോട് സാക്ഷിക്കുവാൻ, പ്രസംഗിക്കുവാൻ ദൈവം ഞങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. ഞങ്ങളുടെ തലമുറയിൽ 5 പേര് മാർത്തോമാ സഭയിലെ സുവിശേഷ പ്രവർത്തകരുണ്ട്. ഞങ്ങളുടെ നെക്സ്റ്റ് ജനറേഷൻ അത് ഏറ്റെടുത്തിരിക്കുകയാണ്. അച്ഛന്മാരുടെ സുവിശേഷം ഞങ്ങളുടെ ഭവനങ്ങളിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന് ഒറ്റ പ്രസംഗം, ഒറ്റ പ്രസംഗം, പരിശുദ്ധാത്മാവിന് നിറവുള്ള ഒറ്റ പ്രസംഗം. അതുകൊണ്ട് പ്രസംഗിക്കണം. നമുക്ക് മാർത്തോമാക്കാരുടെയൊക്കെ ഒരിക്കൽ ഓണവാരവേലയൊക്കെ ഉണ്ട്. ആരാണ്ടെങ്ങാണ്ട് പറഞ്ഞു അതൊക്കെ അങ്ങ് നിർത്തി നോക്കിയിരിക്കുക. ആരെങ്കിലും ഒന്ന് പറയാൻ പിടിച്ചോണ്ട് പോകുന്നു. ആര് പിടിച്ചോണ്ട് പോകും? ഇപ്പോഴും ആമ്പിള്ളാർ നടത്തുന്നത്. നമുക്ക് വയ്യ പ്രസംഗിക്കാൻ, നാണമാണ്. ആരല്ലേലും വരുന്നത്. പ്രസംഗിക്കാതെ എങ്ങനെ കേൾക്കും? മാവേലിക്കരയിൽ ഞാൻ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഒരിക്കൽ ഓണവാരവേലയ്ക്ക്. ഇപ്പോഴും മാവേലിക്കരയിലുണ്ട്, മാർത്തോമാ CSI രക്ഷാസേനക്കാർ നടത്തുന്നുണ്ട്. മിച്ചൽ ജംഗ്ഷൻ ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരുന്നു ഒരിക്കൽ ഓണത്തിന്. ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ കണ്ടു ഒരു പൂജാരി ക്ഷേത്രത്തിൽ നിന്ന് വരികയാണ്. ഒരു ബ്രാഹ്മൺ പൂജാരിയാണെന്ന് എനിക്കറിയത്തില്ല. ഒരു താലമൊക്കെ കയ്യിലുണ്ട്, പൂണൂലൊക്കെ ധരിച്ചിട്ടുണ്ട്, ഉടുപ്പ് ധരിച്ചിട്ടില്ല. അദ്ദേഹം വന്ന് ഈ പ്രസംഗം മുഴുവൻ കേൾക്കുന്നത് കണ്ട് ഞാൻ. അദ്ദേഹം കേൾക്കുന്നു എന്ന് ശ്രദ്ധിച്ചപ്പോൾ ഞാൻ എൻ്റെ കുടുംബത്തിൻ്റെ ചരിത്രമൊക്കെ പറഞ്ഞു. പ്രസംഗം കഴിഞ്ഞപ്പോൾ അദ്ദേഹം വന്ന്, അത് പറയുമ്പോൾ തന്നെ എനിക്ക് അഭിമാനം തോന്നുന്നു. അദ്ദേഹം വന്ന് ഷെയ്ക്കാൻ്റെ ഒരു നാരങ്ങ കൊണ്ട് എൻ്റെ തന്നിട്ട് വെൽ ഡൺ ഫാദർ എന്ന് പറഞ്ഞ് എൻ്റെ കാല് തൊട്ട് വന്നിക്കാനായി ശ്രമിച്ചത് ഞാൻ ഓർക്കുന്നു. സുവിശേഷം പ്രസംഗിക്കണം, ദൈവാത്മാവിൽ നിറഞ്ഞ്. പ്രസംഗിക്കാതെ എങ്ങനെ കേൾക്കും? കേൾക്കാതെ എങ്ങനെ വിശ്വസിക്കും?
നമുക്ക് പ്രസംഗം വളരെ കുറഞ്ഞു പോകുന്നു. അതെന്ത് സംഭവിച്ചു എനിക്കറിഞ്ഞുകൂടാ. ഇനി ആര് പ്രസംഗിക്കാൻ, നിങ്ങൾ വേറെ എങ്ങും പോയി പ്രസംഗിച്ചില്ലേലും നിങ്ങളുടെ വീട്ടിലെങ്കിലും പ്രസംഗിക്കണം. നമ്മുടെ മക്കളോട് പ്രസംഗിക്കണം. എന്തൊക്കെ കാണിച്ചു വെക്കുന്നതൊക്കെ. ഈയിടെ ഒരു പുള്ളി, ഒരപ്പച്ചൻ എൻ്റെ അടുത്ത് വന്ന് ബൈക്ക് പ്രാർത്ഥിക്കണമെന്നും പറഞ്ഞ് ഒരു ബൈക്കും കൊണ്ട് വന്നേക്കുക. അപ്പച്ചന് കയറാൻ അറിയാൻ വയ്യ. അടുത്തുള്ള വീട്ടിലെ ഒരാൾ ഓടിച്ചോണ്ട് അപ്പച്ചൻ ഇങ്ങനെ മുന്നേ പുറകിൽ കളന്നിരിക്കുന്ന ബൈക്കിൽ കയറി ഇരുന്ന് വന്നേക്കുകയാണ്. ഉച്ചയ്ക്ക് 2 മണിയായപ്പോൾ വന്ന് ബെല്ലടിച്ചു. അപ്പച്ചൻ ബൈക്കിൻ്റെ പുറകിലാണ് വന്നേ. അച്ഛാ ഈ ബൈക്കൊന്ന് പ്രാർത്ഥിക്കണം. അപ്പച്ചൻ കൊണ്ടുവന്നേക്കുകയാണ്. ഞാൻ ചോദിച്ചു, ഇത് ആരുടെ ബൈക്കാണ് അപ്പച്ചാ? ഇത് കൊച്ചുമോൻ്റെ ബൈക്കാണ്. ഞാൻ ചോദിച്ചു, കൊച്ചുമോൻ എന്ത് ചെയ്യും? അവൻ കിടന്ന് ഉറങ്ങുക. ഞാൻ പറഞ്ഞത്, എൻ്റെ അപ്പച്ചാ ബൈക്കിന് വേണ്ടിയല്ല പ്രാർത്ഥിക്കേണ്ടത്, കൊച്ചുമോന് വേണ്ടിയല്ലേ പ്രാർത്ഥിക്കേണ്ടത്. ഏതെങ്കിലും ബൈക്ക് ഇന്ന് വരെ കള്ള് കുടിച്ചതായിട്ട് പത്രത്തിൽ വായിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും കാർ ആരെങ്കിലും ചെന്ന് ഇടിച്ചിട്ടുണ്ടോ? ഇവൻ ഈ ഓടിക്കുന്നവൻ്റെ കുഴപ്പം കണ്ടല്ലേ. അതുകൊണ്ട് അപ്പച്ചാ അവന് വേണ്ടി അവനെ അപ്പച്ചാ വെഞ്ചരിക്കേണ്ടിയേ. ഇപ്പം അവൻ പിടിച്ച ബൈക്കിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കത്തില്ലെന്ന് പറഞ്ഞു, ജീവനില്ലാത്ത ബൈക്കിന് വേണ്ടി. ഓ അച്ഛൻ പ്രാർത്ഥിക്കാം. ഞാൻ ഇല്ല അപ്പച്ച. അച്ഛൻ എടാ നീ എന്നാ പോയി വിളിച്ചോണ്ട് വാടാന്ന് പറഞ്ഞ് ഇയാളെ വിട്ടു. ഇയാൾ ബൈക്കിൽ പോയി ചെറുക്കനെയും കൊണ്ടൊരു വരവ്. എൻ്റെ ദൈവമേ പേടിച്ചു പോയി. ഇല്ല, ടെമ്പോയിൽ കച്ചി കൊണ്ടുവരുന്ന പോലെ മുടി മേലോട്ട് നിൽക്കുന്നു. മുടിയെല്ലാം കൂടി ഇങ്ങനെ മേലോട്ട് നിൽക്കുകയാണ്. പിന്നെ ഒരു വെള്ളം വയാറെല്ലാം കൂടി ഇട്ട് ഇങ്ങനെ ഒരു ഒറ്റ കമ്മലും ഇട്ട് നിക്കർ ഇപ്പം താഴെ പോകുന്നുള്ള മറ്റു നിക്കർ ഇട്ടുകൊണ്ട് ഇങ്ങനെ വരികയാണ്. ഞാൻ പോയി കൊണ്ടുപോയിക്കോളാം. അയ്യോ വേണ്ടേ പറ്റാ, അവനെ വേണ്ട എന്ന് പറഞ്ഞു. എന്തോ പോക്കും വരുമൊക്കെയാണ് നമ്മുടെ മക്കളുടെയൊക്കെ സ്ഥിതി. നമ്മുടെ കുടുംബങ്ങളിൽ പ്രസംഗിക്കണം, വേറെങ്ങും പോയി പ്രസംഗിക്കണ്ട. കുടുംബങ്ങളിലാണ് രൂപാന്തരം ആവശ്യമായിരിക്കുന്നത്. നിങ്ങൾ പറയും ഞങ്ങൾ സൺഡേ സ്കൂളിൽ വിടുന്നുണ്ട്, വലിയ കാര്യമാണ് സൺഡേ സ്കൂള്. 15 വർഷം സൺഡേ സ്കൂളിൽ പഠിച്ചിട്ട് ഇറങ്ങുന്ന കുഞ്ഞുങ്ങളാണ് പിറ്റേ വർഷം സഭ മാറുന്നത്. 18 വയസ്സ് വരെ അവൻ ഒരു സഭയും മാറത്തില്ല. 15 വർഷം സൺഡേ സ്കൂളിൽ പഠിച്ചിട്ട് ഇറങ്ങി അവൻ കാസർഗോഡിന് അപ്പുറത്ത് പോയവനെ തിരിച്ചു വരുന്ന മർത്തമാ പള്ളി കണ്ട കാർക്കിച്ച് തുപ്പും. അവൻ ചർച്ചയ്ക്ക് തലയും കുത്തി എന്നേ പ്രാർത്ഥിക്കത്തുള്ളൂ. അതുകൊണ്ട് സൺഡേ സ്കൂളിൽ ഞങ്ങൾ വിടുന്നെന്നും പറഞ്ഞിരിക്കരുത്. സൺഡേ സ്കൂളിൻ്റെ സിലബസൊക്കെ എന്നേ മാറി. ഇവിടെ സൺഡേ സ്കൂൾ പ്രവർത്തകരൊക്കെ കാണും, എന്നാലും കുഴപ്പമൊന്നുമില്ല. സൺഡേ സ്കൂൾ സിലബസൊക്കെ എന്നേ പൊളിച്ചെഴുതണം. ഒരു ഭദ്രാസനത്തിൻ്റെ സീനിയർ ക്യാമ്പ് 17, 18 വയസ്സുള്ള +1, +2 കുഞ്ഞുങ്ങൾ അവർ സൺഡേ സ്കൂൾ പഠനം കഴിഞ്ഞിറങ്ങുകയാണ്. ആ സീനിയർ ക്യാമ്പിൽ പ്രസംഗിക്കുവാൻ ചെന്ന മുഖ്യ പ്രസംഗൻ പ്രതിഷ്ഠാ സമയത്ത് ആ കുഞ്ഞുങ്ങളോട് ചോദിച്ചു, മക്കളെ നിങ്ങൾ എത്ര പേര് സ്വർഗത്തിൽ പോകുന്ന ഉറപ്പുണ്ടെന്ന്. 73 കുഞ്ഞുങ്ങളുണ്ട്. ആരും കൈവക്കിയില്ല. എല്ലാവരും ചിരിക്കുകയാണ്. സ്വർഗമെന്ന് കേട്ടപ്പോൾ ചിരിക്കുകയാണ്. മാർത്തോമാക്കാർ പഠനം കഴിഞ്ഞ് ഇറങ്ങുകയാണ്. അപ്പോൾ എന്നോട് അദ്ദേഹം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, അദ്ദേഹത്തിന് വലിയ ഞാൻ പറഞ്ഞു, എന്തിനാ സാറ് സങ്കടപ്പെടുന്ന? അധ്യാപകരോട് ചോദിച്ചാലും അതൊക്കെയുള്ള സ്ഥിതി എന്ന് പറഞ്ഞു. എന്താണ് നമ്മുടെ സൺഡേ സ്കൂളൊക്കെ? അതുകൊണ്ട് ഇതുകൊണ്ടങ്ങ് തൃപ്തരായിരിക്കരുത്. നമ്മുടെ കുഞ്ഞുങ്ങളെ നേരാമണ്ണം പഠിപ്പിക്കണം, വീടുകളിൽ പ്രസംഗിക്കണം, പരിശുദ്ധാത്മാവിന്റെ നിറവിൽ പ്രസംഗിക്കണം. കാരണം പ്രസംഗം എന്ന് പറയുന്നത് രൂപാന്തരത്തിലേക്ക് നയിക്കും. കായംകുളം കത്തോലിക്ക പള്ളി ഞാൻ പ്രസംഗിക്കാൻ പോയി. കായംകുളം കത്തോലിക്ക പള്ളി 2000 പേരെ ഇരിപ്പുണ്ട്. വലിയ കൺവെൻഷനായിരുന്നു, എക്യുമെനിക്കൽ കൺവെൻഷനാണ്. സമാപന ദിവസം ഞാനായിരുന്നു പ്രസംഗിക്കാൻ. ഞാൻ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ സൂട്ട് കേസ് എടുത്തുകൊണ്ട് പന്തലിൽ നിന്ന് ഇറങ്ങിപ്പോയി. അതെനിക്ക് വളരെ അരോചകമായിട്ട് തോന്നി. പക്ഷേ ഞാനൊന്നും പറഞ്ഞില്ല, കത്തോലിക്ക പള്ളിയാണ്. എല്ലാവരും നിശബ്ദരായിട്ടിരിക്കുമ്പോൾ അദ്ദേഹം ഇറങ്ങിപ്പോയി. ഞാനൊന്നും പറഞ്ഞില്ല. പക്ഷേ യോഗം കഴിഞ്ഞ് ഞങ്ങൾ അന്ന് അധ്യക്ഷത വഹിച്ച തിരുമേനിയുടെ അടുത്ത് ഞങ്ങൾ അച്ഛന്മാർ വർത്തമാനം പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ഈ ചെറുപ്പക്കാരെ തിരിച്ചു വന്നു. സൂട്ട് കേസ് അവിടെ വെച്ചിട്ട് ഓടി വന്ന് എൻ്റെ കാൽക്കലോട്ട് ഇങ്ങനെ ഏങ്ങലടിച്ച് കരഞ്ഞുകൊണ്ട് നെടുപടാരം എൻ്റെ കാൽക്കലോട്ട് വീഴാൻ ശ്രമിച്ച് ഞാൻ അദ്ദേഹത്തെ പിടിച്ചെഴുന്നേപ്പിച്ച് എന്തായി കാണിക്കുന്നതെന്ന് ചോദിച്ചോണ്ട് അദ്ദേഹം പറഞ്ഞു, അച്ഛൻ പ്രസംഗിച്ചോണ്ട് നമ്മൾ ഞാനാണ് ഇറങ്ങിപ്പോയത്. ഞാൻ കത്തോലിക്ക സഭാംഗമാണ്, കണ്ണൂർ സ്വദേശിയാണ്, ബാങ്കിലെ ഓഫീസറാണ്. ബാങ്കിൻ്റെ കാര്യത്തിന് വേണ്ടി 1 മാസത്തേക്ക് കായംകുളത്ത് വന്നതാണ്. ഹോട്ടലിലാണ് താമസിക്കുന്നത്. ബാങ്കിലെ ജോലി കഴിഞ്ഞ് ഹോട്ടലിലോട്ട് പോകുന്ന വഴിക്കാണ് യോഗം നടക്കുന്നത്. എന്നാൽ സമയമുണ്ടല്ലോ, കുറേ കേട്ടേക്കാമെന്ന് പറഞ്ഞ് കയറി ഇരുന്നതാണ്. പക്ഷേ കയറിയത് അബദ്ധമായി പോയെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. ഞാൻ കയറി ഇരുന്നപ്പോൾ തൊട്ട് അച്ഛൻ പറയുന്ന ഓരോ വാക്കും എന്നോടാണെന്ന് എനിക്ക് തോന്നി. അദ്ദേഹം പറഞ്ഞ വാചകം ഓരോ വാക്കും എൻ്റെ നെഞ്ചിന് കൊണ്ടു. അടുത്ത വാചകം രസമാണ്. അദ്ദേഹം പറഞ്ഞത്, ഞാൻ നന്നായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെട്ടു. ഞാൻ നന്നായി പോയാൽ ഇന്ന് നടക്കുന്ന പോലെ എനിക്ക് നടക്കാൻ സാധിക്കത്തില്ല. ഈ രീതിയിൽ എനിക്ക് ജീവിക്കാനായിട്ട് സാധിക്കത്തില്ല. പലരോടും നോ പറയേണ്ടതായിട്ട് വരും. അതെനിക്ക് വലിയ നഷ്ടം വരുത്തും.
ആ നഷ്ടമാണ് എന്നെ വിമിഷ്ടപ്പെടുത്തി. ആ വിമിഷ്ടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഞാൻ ഇറങ്ങിപ്പോവായിരുന്നു. പക്ഷേ ഞാൻ ഇറങ്ങിയപ്പോൾ ഏതൊരു അജ്ഞാത ശക്തി എന്നോട് പറയുന്ന പോലെ തോന്നി, പോകരുത്, അരുത്, പോകരുത് എന്നോട് പറയുന്ന പോലെ തോന്നി. എന്നാൽ വീണ്ടും വന്നിരിക്കുന്നത് ശരിയല്ലോ എന്ന് കരുതി ഞാൻ പന്തലിന് വെളിയിൽ ഇറങ്ങി പ്രസംഗം മുഴുവൻ കേൾക്കുകയായിരുന്നു. വെച്ചാൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ കരഞ്ഞൊരു ബാങ്ക് ഓഫീസറെ ഞാൻ ഓർക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ നിറവിൽ സുവിശേഷം പങ്കുവെക്കുമ്പോൾ അവിടെ അത്ഭുതം നടക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇരിക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ടവരല്ല. എനിക്കതൊന്ന് മാർത്തോമാ സഭയിലെ അച്ഛന്മാർ മാത്രമേ ഇരുന്ന് ജോലി ചെയ്യുന്നു. അല്ലേ, വേറെ എല്ലാ ജോലി അച്ഛൻ എവിടെ ഇരിക്കുന്നത് അങ്ങനെ ചോദിക്കുന്നത്. ഇരിക്കാൻ നമുക്ക് സമയം പോലും ഇല്ല തന്നെ. നമ്മൾ ഓടി നടന്ന് അധ്വാനിക്കുകയാണേലും ഞാൻ 3 വർഷമായിട്ട് ഇന്നടത്ത് ഇരിക്കുക. എവിടെ ഇരിക്കും? നമ്മൾ ഇരിക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ടവരല്ല. സുവിശേഷ പ്രസംഗത്തിന് വേണ്ടി, സുവിശേഷം പ്രചരിപ്പിക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ടവരാണ്. വേറെ ഒരു ജോലിക്കാരെ അങ്ങനെ വിളിക്കട്ടെ. തിരുമേനിമാർ അടൂർ ഇരിക്കുകയാണെന്നല്ല, കൊട്ടാരക്കര ഇരിക്കുകയാണെന്ന് പറയത്തില്ല. ഒരു സുവിശേഷകനെ അങ്ങനെ പറയത്തില്ല, ഇരിക്കുകയാണെന്ന്. പക്ഷേ അച്ഛന്മാരെ നിങ്ങൾ അങ്ങനെ, ഞങ്ങളുടെ പള്ളിയിൽ ഇരിക്കുന്ന അച്ഛൻ, വേറൊരു ജോലിയിൽ അങ്ങനെ ഇരിക്കുന്ന അച്ഛൻ. അത് ഞങ്ങളെ ഇരിക്കാൻ വേണ്ടി നിയോഗിച്ചേക്കല്ല, ഞങ്ങൾ ഓടി നടക്കാൻ വേണ്ടിയാണ്. പ്രസംഗിക്കണം, ഏറ്റ വചനം കാലം തീരുന്നതിന് മുമ്പേ പ്രസംഗിക്കണം. പ്രസംഗിക്കുമ്പോൾ രൂപാന്തരം നടക്കും. എൻ്റെ പിതാവിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. അദ്ദേഹത്തെ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് ദൈവം വിളിച്ചു ചേർത്തു. ഒരുപാട് നഷ്ടങ്ങളൊക്കെ ജീവിതത്തിലുണ്ടായി, ഒരുപാട് നഷ്ടമുണ്ടായി. എന്നാൽ ആ ദൈവത്തിൻ്റെ സാന്നിധ്യം ഞങ്ങളെ ബലപ്പെടുത്തി. ഞങ്ങളെ പടിയടിച്ച് പിണ്ടം വെച്ച് ഇറക്കി വിട്ടപ്പോൾ മാർത്തോമാ സഭ ഞങ്ങളെ ഏറ്റെടുത്തു, എൻ്റെ പിതാവിനെ ഏറ്റെടുത്തു. 61 വർഷം മുമ്പ്, ഞാൻ ജനിക്കുന്നതിന് മുമ്പാണ്. അന്ന് മാർത്തോമാ സഭ ഇതുപോലെ സമ്പന്നമായിരുന്നൊരു സഭയല്ല. കീക്കൊടി ഇടവകയാണ് ഞങ്ങളുടെ മാതൃ ഇടവക. അതും അന്ന് സമ്പന്നമായ ഇടവകയല്ല. പക്ഷേ അവർ ഞങ്ങളെ വളരെ കരുതുകയും സ്നേഹിക്കുകയും ചെയ്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. യൂഹാനോൻ തിരുമേനിയുടെ പ്രത്യേക താല്പര്യപ്രകാരം എൻ്റെ പിതാവിനെ തിരുവല്ല ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠനത്തിന് അയച്ചു. സുവിശേഷ സംഘത്തിൽ സുവിശേഷകനായി നിയോഗിച്ചു. ആദ്യം നിയോഗിച്ചത് മലയാളപ്പുഴ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. മലയാളപ്പുഴയിൽ ഇന്നും സുവിശേഷ പ്രവർത്തനം ബുദ്ധിമുട്ടാണ്. 60 വർഷം മുമ്പുള്ള സ്ഥിതി. നേരത്തെ അവിടെ മിഷൻ വീടുണ്ടെങ്കിൽ ഒരു സുവിശേഷനോട് പോയിട്ടില്ല. ആദ്യത്തെ സുവിശേഷമാണ് എൻ്റെ പിതാവ്. ഒരു ദിവസം ഞായറാഴ്ച രാവിലെ അദ്ദേഹം വടശ്ശേരിക്കര ഒരു പള്ളിയിൽ ആരാധനയ്ക്ക് വേണ്ടി പോവുകയായിരുന്നു. ഉദിമൂട് വഴി നടന്നു വേണം പോകാൻ. അന്ന് ബസ്സില്ലാത്ത കാലമാണ്, ബസ്സുണ്ടേ തന്നെ വണ്ടിക്കൂലി ഇല്ലാത്ത കാലമാണ്. നടന്നു പോയപ്പോൾ ഒരു വില്ലേജ് റോഡിൽ ഒരുപാട് ആൾക്കൂട്ടം, പോലീസ് വണ്ടി കിടക്കുന്നു, നടന്നു പോകാൻ വയ്യാത്തതുപോലെ സ്ഥിതി. എൻ്റെ പിതാവിൻ്റെ വേഷവിധാനം ഒരു സുവിശേഷൻ്റെ വേഷവിധാനമായതുകൊണ്ട് സബ് ഇൻസ്പെക്ടർക്ക് മനസ്സിലായി ഞായറാഴ്ച ഉപദേശി പള്ളിയിൽ പോവാണ്. സബ് ഇൻസ്പെക്ടർ വഴി മാറിക്കുക, ഉപദേശി പള്ളിയിൽ പോകുന്ന ആളുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വഴി കിട്ടി. ആളുകൾ മാറിയ സ്ഥലത്തോട് അപ്പുറത്ത് നടന്നു. അപ്പച്ചനെ നോക്കിയപ്പോൾ ആളുകൾ മാറിയ സ്ഥലത്തൊരു മൃതശരീരം കിടക്കുന്നു. കുത്തേറ്റ് രക്തം ഒലിച്ച് കിടക്കുന്ന ഒരു യുവാവിൻ്റെ മൃതശരീരം, തലേന്ന് മരിച്ചതാണ്. നീറ് പൊതിഞ്ഞ് കിടക്കുന്ന ഭീകര ദൃശ്യം ഒന്നേ നോക്കിയുള്ളൂ. അവിടെ കിടക്കുന്ന പോലീസ് വണ്ടിയിൽ ഒരാൾ അറസ്റ്റ് ചെയ്യപ്പെട്ടവനായിട്ടിരിക്കുന്നു. ആരാണെന്നറിയാമോ? എൻ്റെ പിതാവിൻ്റെ ഇടത്തും വലത്ത് നടന്ന് മദ്യപിച്ചെന്ന 2 ക്രിസ്ത്യാനി കൂട്ടുകാർ. തലേന്ന് മദ്യപിച്ച് ബോധമില്ലാതെ കൂട്ടുകാരനെ കുത്തിക്കൊന്നു. ഒരാൾ മരിച്ചു കിടക്കുന്നു, ഒരാൾ അറസ്റ്റ് ചെയ്യപ്പെട്ടവനായിട്ട് പോലീസ് വണ്ടിയിലിരിക്കുന്നു. അവരുടെ നേതാവായിരുന്ന KD കൃഷ്ണപിള്ള ഞായറാഴ്ച സുവിശേഷം പ്രസംഗിക്കുവാനായി ദേവാലയത്തിലേക്ക്. ഒറ്റ പ്രസംഗം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പൗലോസ് പറയുകയാണ്, എന്നെ ദൈവം ഭരമേൽപ്പിച്ച സുവിശേഷം ഞാൻ മറച്ചു വെക്കാതെ പ്രസംഗിച്ചു. സുവിശേഷം നമ്മുടെ പ്രൈവറ്റ് പ്രോപ്പർട്ടി അല്ല, നമ്മുടെ സ്വകാര്യ സ്വത്തല്ല. ഇത് പ്രസംഗിക്കേണ്ടതാണ്, ഇത് പ്രചരിപ്പിക്കേണ്ടതാണ്. പണ്ട് കാലത്തൊക്കെ ഉണ്ടായിരുന്ന ശുഷ്കാന്തി നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. പണ്ട് മാരാമൻ കൺവെൻഷനിൽ സുവിശേഷകർ വന്ന് സാക്ഷ്യം പറയുന്നൊരു പതിവുണ്ട്. പണ്ട് തമിഴ്നാട് സുവിശേഷ വേലയ്ക്ക് പോയ കാനം വർക്കി ഉപദേശിയും സംഘവും പണ്ട് മാരാമൻ കൺവെൻഷൻ സാക്ഷി പറഞ്ഞതിനെക്കുറിച്ച് വായിച്ചത് ഞാൻ ഓർക്കുന്നു. ഇവിടെ നിന്ന് പോയി അവിടെ സുവിശേഷ പ്രവർത്തനം തിരിച്ചു വന്നപ്പോൾ ഇവർ സാക്ഷ്യം പറയുകയാണ്, ഞങ്ങൾ ആരാന്നറിയാമോ? തോമസ് ശ്ലീഹായുടെ കയ്യാൽ സ്നാനമേറ്റവരാണ് ഞങ്ങൾ. പറഞ്ഞു വരുമ്പോൾ ഞങ്ങൾക്ക് തോമസ് ശ്ലീഹായുടെയൊക്കെ ബന്ധമുണ്ട്. ഞങ്ങൾ വലിയ പാരമ്പര്യമുള്ളവരാണ്. 2000 വർഷം മുമ്പ് ക്രിസ്ത്യാനികളായവരാണ് ഞങ്ങൾ എന്നൊക്കെ ചെന്ന് തമിഴ്നാട്ടിൽ പ്രസംഗിച്ചോളൂ. അവരെല്ലാം കൂടി ഇവരെ തല്ലാൻ പിടിച്ചു. 2000 വർഷമായിട്ട് ഇപ്പോഴാണോ ഇതും കൊണ്ട് ഇങ്ങോട്ട് വരാൻ ഓർത്തതെന്നും പറഞ്ഞു. സുവിശേഷം ഏറ്റിട്ട് മൂടി വെക്കുന്ന നമ്മുടെ സാധു സുന്ദർ സിംഗ് മാരാമൻ കൺവെൻഷൻ പ്രസംഗിക്കാൻ വന്നപ്പോൾ പറഞ്ഞു, ഭാരതത്തെ ഒരു മനുഷ്യനായി കരുതുക. ശരിയാണല്ലോ, ഭാരതത്തിന് വരയ്ക്കുമ്പോൾ ഒരു മനുഷ്യൻ്റെ രൂപമുണ്ട്. തലയെക്കെട്ടും കെട്ടി കാശ്മീർ നിൽക്കുന്നു. അങ്ങ് ഗുജറാത്ത് ബോംബെ ഭാഗമൊക്കെ ഒരു കയ്യ്, മറ്റേ വടക്കുകിഴക്ക് സംസ്ഥാനങ്ങൾ ഒരു കയ്യ്. അങ്ങനെയാണെങ്കിൽ കാലാണ് കേരളം. അദ്ദേഹം പറയുകയാണ്, ഭാരതമാകുന്ന മനുഷ്യൻ്റെ കാലിന് മന്ത് പിടിച്ചിരിക്കുകയാണ് കേരളം. അതായത് കുറേ ക്രിസ്ത്യാനികളെല്ലാം കൂടെ കേരളത്തിൽ കെട്ടിക്കിടക്കുകയാണ്. മന്ത് പിടിച്ചിരിക്കുക, അനങ്ങാത്ത ക്രിസ്ത്യാനികൾ. അതാ അദ്ദേഹം പറഞ്ഞത്.
പ്രിയപ്പെട്ടവരെ, ലോകത്തിലാദ്യം സുവിശേഷം വന്നൊരു ഒരു നാടാണ് നമ്മുടേത്. ലോകത്തിലാദ്യം സ്ഥാപിക്കപ്പെട്ട സഭയാണ് നമ്മുടേത്. സുവിശേഷ പ്രവർത്തനത്തിൽ നമ്മൾ എത്രമാത്രം മുന്നോട്ട് പോയിട്ടുണ്ട്. പൗലോസ് പറയുന്നു, എന്നെ ഏൽപ്പിച്ച വചനം ഞാൻ പ്രസംഗിച്ചു. 3-ാമത്തെ മെറ്റഫർ, 7-ാമത്തെ വാക്യം. 7-ാമത്തെ വാക്യം അടച്ചു വെച്ചോ. ഒരമ്മ തന്റെ കുഞ്ഞുങ്ങളെ പോറ്റുമ്പോൾ ഒരു സുവിശേഷകൻ ആരായിരിക്കണം? ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട് നിയോഗിക്കപ്പെട്ടവനാണെന്നുള്ള വിനയബോധമുണ്ടായിരിക്കണം. ഒരു സുവിശേഷകൻ ആരായിരിക്കണം? താൻ ഏറ്റതായ വചനം ഒട്ടും മറച്ചു വെക്കാതെ, ഒട്ടും കയറ്റാതെ ഇറക്കാതെ പ്രസംഗിക്കണം. ഒരു സുവിശേഷകൻ ആരായിരിക്കണം? പ്രസംഗിച്ചാൽ മാത്രം പോരാ, ജീവിത രംഗങ്ങളിൽ എങ്ങനെ ജീവിക്കണം? ആർദ്രതയോടെ, അമ്മ തൻ്റെ കുഞ്ഞുങ്ങളെ പോറ്റും പോലെ ആർദ്രതയോടെ ജീവിക്കണം. എ നേഴ്സിംഗ് മദർ എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഒരു സുവിശേഷകൻ ജീവിക്കേണ്ടത് ശുശ്രൂഷിക്കുന്ന അമ്മയെ പോലെയാണ്. ആർദ്രത. ആർദ്രത എന്ന് പറയുന്നത് നമ്മൾ പറയുന്ന പദമാണ് കൃപ എന്ന് പറയും. കൃപ പ്രകടിപ്പിച്ചുകൊണ്ട് ജീവിക്കണം. നമ്മൾ പലപ്പോഴും കൃപയെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. സാധാരണ മാർത്താമ്മക്കാർ പ്രാർത്ഥിക്കുമ്പോൾ പറയുന്ന ഒരു പദമാണ്, കർത്താവേ ഞങ്ങളെ കൃപയാൽ പൊതിയണമേ, കൃപയാൽ പൊതിയണമേ. കൃപ അങ്ങനെ പൊതിയാനുള്ളതല്ല, കൃപ നിറയാനുള്ളതാണ്. പൊതിയെടുത്ത് കളയാനുള്ളതാണ്, കൃപ കളയാനുള്ളതാണ്. നമ്മൾ തെറ്റിദ്ധരിച്ചിരിക്കുന്ന പദമാണ്. കൃപയെന്ന് പറയുന്നത് ലഭിക്കുന്നതല്ല, നൽകുന്നതാണ്. ദൈവം കൃപയുള്ളവനായതുകൊണ്ട് ദൈവം നമുക്ക് കൃപ നൽകും. നമ്മൾ കൃപയുള്ളവരാകും. നമ്മളിലൂടെ, നമ്മളതുകൊണ്ട് അർഹതയില്ലാത്തതെല്ലാം കൊണ്ട് ബാങ്കിലിടുന്നതിന് വേണ്ടിയല്ല, നമ്മളിലൂടെ അത് നിറഞ്ഞു കവിയണം ജനങ്ങളിലേക്ക്, സമൂഹത്തിലേക്ക്. ജഡം ധരിച്ച കൃപയാണ് ആർദ്രത എന്ന് പറയുന്നത്. കൃപയെന്ന് പറയുന്നൊരു ആത്മീയ പദമല്ല. ഈ ലോകരംഗങ്ങളിലാണ് നമ്മൾ കൃപ പുലർത്തേണ്ടത്. പൗലോസ് പറയുകയാണ്, ഞാൻ നിങ്ങളുടെ അടുക്കൽ ജീവിച്ചത് പ്രസംഗിച്ചുകൊണ്ട് മാത്രം ജീവിക്കുകയായിരുന്നില്ല. നിങ്ങളുടെ അടുക്കൽ ജീവിച്ചത് അമ്മ കുഞ്ഞുങ്ങളെ പോറ്റും പോലെ ആർദ്രതയോടെ ജീവിച്ച്. ഇന്ന് സഭയ്ക്ക് ആർദ്രതയുണ്ടോ? നമ്മളിലേക്ക് തന്നെ ചുരുങ്ങിപ്പോവുകയല്ലേ? അവിടെയല്ലേ നമുക്ക് സാക്ഷ്യം നഷ്ടപ്പെട്ടിരിക്കുന്നത്? ആർദ്രതയെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത്, നമ്മുടെ അഭിവന്യ തീത്തോസ് തിരുമേനി 2017 മാരാമം കൺവെൻഷനിൽ പ്രസംഗിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവം പറഞ്ഞു. അദ്ദേഹം ഡോക്ടറേറ്റ് ചെയ്ത ഒരു കത്തോലിക്ക സെമിനാരിയിലാണ്. ഒരു കത്തോലിക്ക അച്ഛൻ അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരനായിരുന്നു, റൂംമേറ്റ് ആയിരുന്നു. രണ്ടുപേരും കൂടെ ഒക്കെ നടക്കാൻ പോകും, കൂട്ടുകാരാണ്. ഒരു ദിവസം നടക്കാൻ പോയപ്പോൾ കത്തോലിക്ക അച്ഛന് സാധാരണ ഉള്ളതുപോലെ ഒരു സന്തോഷമില്ല മുഖത്ത്. അപ്പോൾ നമ്മുടെ തിരുമേനി, അന്ന് അച്ഛനാണ്, ഉമ്മൻചോറ് അച്ഛനാണ്. അച്ഛൻ ചോദിച്ചു, എന്താ അച്ഛോ ഇന്നെന്താ ഒരു സന്തോഷമില്ലാത്തത്, എന്താ ഒരു മുഖത്ത് തന്നെ ഒരു സങ്കടം? അപ്പോൾ കത്തോലിക്ക അച്ഛൻ പറഞ്ഞു, എൻ്റെ ജീവിതത്തിലെ അതിപ്രധാനമായൊരു സംഭവത്തിൻ്റെ വാർഷിക ദിനമാണിന്ന്. അപ്പോൾ നമ്മുടെ അച്ഛൻ ചോദിച്ചു, എന്താ അച്ഛോ, എന്താ അച്ഛൻ ഇത്ര അതിപ്രധാനമായ സംഭവം? അച്ഛൻ പറഞ്ഞു, ഞാൻ ഹൈറേഞ്ചിൽ വികാരിയായിരിക്കുമ്പോൾ, 2 പള്ളികളുടെ വികാരിയായിരുന്നു ഞാൻ, മലങ്കര കത്തോലിക്ക സഭയിലെ 2 പള്ളികളുടെ വികാരിയായിരുന്നു. ഒരിക്കൽ ക്രിസ്മസ് കാലത്ത് ഒരു പള്ളിയിലെ വിശുദ്ധ കുർബാന കഴിഞ്ഞ് അടുത്ത പള്ളിയിൽ കുർബാന അർപ്പിക്കുവാനായി ഞാൻ പോവുകയായിരുന്നു. മൂടൽമഞ്ഞുണ്ട്, ഹൈറേഞ്ചാണ്, ഡിസംബർ മാസമാണ്. മൂടൽമഞ്ഞ്, നേരം വെളുത്ത് വരുന്നതേ ഉള്ളൂ, ശരിയായ കാഴ്ച ലഭ്യമല്ല. ഞാൻ ബൈക്കിൽ വളരെ വേഗം അടുത്ത പള്ളിയിലേക്ക് പോവുകയാണ്. എനിക്ക് നല്ല പരിചയമുള്ള റോഡാണ്, വെളുപ്പാങ്കാലം ഹെൽമെറ്റ് ഒന്നും വെച്ചിരുന്നില്ല. വളരെ വേഗം ഞാൻ ബൈക്ക് വിട്ട് പോകുമ്പോൾ ഞാൻ കണ്ടില്ല, തലേ രാത്രിയിലുണ്ടായ കാറ്റിൽ ഒരു മരം ഒടിഞ്ഞു കിടന്നിരുന്ന റോഡിൽ എൻ്റെ ബൈക്ക് എന്ന് അതിശക്തമായിട്ട് മരത്തിലിടിച്ചു. ഞാൻ മറിഞ്ഞു വീണു. എൻ്റെ തല ചെന്ന് റോഡിലടിച്ചു. കൈകാലുകളൊക്കെ ഒടിഞ്ഞ പോലെ എനിക്ക് തോന്നി. എനിക്ക് നല്ല ബോധമുണ്ട്, പക്ഷേ രക്തം ഒലിച്ച് ഞാൻ ഇങ്ങനെ എഴുന്നേക്കാനാവാതെ കിടക്കുകയാണ്. നല്ല വേദന എടുക്കുന്നു. ഞാൻ എഴുന്നേക്കാൻ നോക്കി, എഴുന്നേക്കാൻ സാധിക്കുന്നില്ല. നല്ല ബോധമുണ്ട്, വളരെ രക്തം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിങ്ങനെ വളരെ നിസ്സഹായനായി ഞാൻ കിടന്നു. അച്ഛൻ പറയുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു പാലി കമ്പനിയുടെ ടെമ്പോ വാൻ വളരെ സ്പീഡിൽ വരുന്നു. വളരെ വേഗം വരികയാണ് ടെമ്പോ വാൻ. അച്ഛന് മനസ്സിലായി, ടെമ്പോ ഇപ്പം എൻ്റെ ദേഹത്ത് കയറി ഞാൻ മരിക്കും. അച്ഛൻ കണ്ണടച്ചിങ്ങനെ മരിക്കാൻ തയ്യാറായി കിടന്ന് പ്രാർത്ഥനയോടെ കിടന്നു. അച്ഛൻ പറയാണ്, അച്ഛനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അച്ഛൻ്റെ ഏകദേശം ഒരു 10 അടി അടുത്ത് വന്നതായി ടെമ്പോ വാൻ, വളരെ വേഗം വന്ന ടെമ്പോ വാൻ ഇടത്തുവശത്തെ കൊക്കയിലേക്ക് മറിഞ്ഞു. അച്ഛന് വളരെ വിഷമമായി, ഭീതിയായി. അച്ഛൻ എഴുന്നേക്കാൻ നോക്കി, ഒരു തരത്തിൽ എഴുന്നേക്കാൻ വയ്യ. അച്ഛനൊരു വടിയൊക്കെ ഊന്നി ഒരു തരത്തിൽ എഴുന്നേറ്റപ്പോഴുണ്ട് ആദ്യത്തെ ട്രാൻസ്പോർട്ട് ബസ് വരുന്നു, ഹൈറേഞ്ചിലൂടെ പോകുന്ന ആദ്യത്തെ ബസ് വരുന്നു. വെളുപ്പാങ്കാലമാണ്.
അധികം പേരൊന്നും ബസ്സിലില്ല. അച്ഛൻ ആ ബസ്സിൻ്റെ മുമ്പിൽ ഇങ്ങനെ എഴുന്നേറ്റ് നിന്ന് കൈപൊക്കി കാണിച്ചു. രക്തം ഒലിക്കുന്നുണ്ട്, കൈകാലിൽ ഒടിഞ്ഞാന്ന് തോന്നുന്നു. അച്ഛൻ ഇങ്ങനെ ഒരു കമ്പ കുത്തി ഇങ്ങനെ എഴുന്നേറ്റ് നിന്ന് കൈപൊക്കി കാണിച്ചപ്പോൾ ഡ്രൈവർ കണ്ടു, ബസ് നിർത്തി. അച്ഛൻ ആക്ഷൻ കാണിച്ചു, ഇങ്ങനെ വണ്ടി മറിഞ്ഞിട്ടുണ്ട് എന്ന് കാണിച്ചു. ബസ്സിലുണ്ടായിരുന്നവരെല്ലാം കൂടെ ആ താഴെ ഇറങ്ങി കൊക്കയിൽ നിന്നും ഡ്രൈവറെ കരയിലേക്ക് എടുത്തുകൊണ്ട് അദ്ദേഹം മരിച്ചിട്ടില്ല. അച്ഛനെയും ആ ഡ്രൈവറെയും ഒരേ ആശുപത്രിയിൽ കൊണ്ടുപോയി പ്രവേശിപ്പിച്ചു. ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അച്ഛന് വടികളൂന്നി നടക്കാവുന്ന ഘട്ടമായപ്പോൾ അച്ഛൻ നടന്ന ICUവിൽ ഈ ചെറുപ്പക്കാരൻ കിടക്കുന്ന മുറിയിൽ ചെന്നു. അതിൻ്റെ അടുത്ത കസേരയിട്ട് അച്ഛൻ ഇരുന്നിട്ട് അദ്ദേഹത്തോട് ചോദിച്ചു, സഹോദര എങ്ങനെയാണ് നിൻ്റെ വണ്ടി മറിഞ്ഞത്? സഹോദര എങ്ങനെയാണ് നിൻ്റെ വണ്ടി മറിഞ്ഞത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അച്ചോ വണ്ടി മറിഞ്ഞതല്ല അച്ചോ, ഞാൻ വണ്ടി മറിച്ചതാച്ചോ, ഞാൻ വണ്ടി മറിച്ചതാച്ചോ, വണ്ടി മറിഞ്ഞതല്ല. എനിക്ക് വളരെ പരിചയമുള്ള, കൈവെള്ള പോലെ പരിചയമുള്ള റോഡാച്ചോ. ഞാൻ വളരെ വേഗം അടുത്ത സ്ഥലത്ത് പാലെടുക്കാനായിട്ട് പോകേണ്ടതാണ്. ഞാൻ വളരെ സ്പീഡിൽ വരുമ്പോഴാണ് ആരോ ഒരാൾ റോഡിൽ കിടക്കുന്നതായിട്ട് കണ്ടത്. സൂക്ഷിച്ചു നോക്കിയപ്പോഴാണ് ലോഹ ധരിച്ചൊരു വൈദികനാണ്. പിന്നെ എനിക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. എത്ര ബ്രേക്ക് ഇട്ടാലും അച്ഛൻ്റെ ദേഹത്ത് വണ്ടി കയറും. എനിക്ക് പിന്നെ ഒന്നേ ചെയ്യാനോ, ഞാൻ മരിച്ചെങ്കിൽ മരിച്ചോട്ടച്ചോ, അതിനുവേണ്ടി ഞാൻ വണ്ടി മറിച്ചതാണ്. ഞാൻ ജീവിച്ചുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ലച്ചോ. 27 വയസ്സുള്ളൊരു ഹൈന്ദവ യുവാവാണ് ഈ പറയുന്നതെന്ന് ഓർക്കണം. ഞാൻ ആർക്കും ഒരു ഗുണമുള്ളവനല്ലച്ചോ. ഞാൻ മരിച്ചാൽ ആർക്കാ നഷ്ടം? എന്നാൽ 1000ങ്ങൾക്ക് കുർബാന ചൊല്ലിക്കൊടുക്കേണ്ട അച്ഛൻ, ഹൈന്ദവ യുവാവ് പറയുകയാണ്, 1000ങ്ങൾക്ക് കുർബാന ചൊല്ലിക്കൊടുക്കേണ്ട അച്ഛൻ, 1000ങ്ങൾക്ക് നല്ല കാര്യം പറഞ്ഞു കൊടുക്കേണ്ട അച്ഛൻ മരിക്കരുത്. അതിനുവേണ്ടി ഞാൻ മരിക്കാൻ തയ്യാറായതാണ്. കത്തോലിക്ക അച്ഛൻ നമ്മുടെ അച്ഛനോട് പറയാൻ, അച്ചോ 23 വർഷമായി ഞാൻ കുർബാന ചൊല്ലുന്നു, ഞാൻ ആ ചെറുപ്പക്കാരൻ്റെ അത്രയും വളർന്നിട്ടില്ല അച്ചോ. ഇതാണ് ആർദ്രത എന്ന് പറയുന്നത്. ഇതാണ് ആർദ്രത. നമ്മൾ പലപ്പോഴും ആർദ്രയെന്നും കൃപയെന്നൊക്കെ പറഞ്ഞ് തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. നമ്മുടെ തൊണ്ടയ്ക്ക് കൃപ കിട്ടുന്നതാണ് കൃപയായിട്ട് നമ്മൾ പലപ്പോഴും കരുതിയിരിക്കുന്നത്. അങ്ങനെയല്ല. കോഴിക്കോട്ട് ഓട്ടോക്കാരൻ നൗഷാദിൻ്റെ കാര്യം നമ്മൾ വായിച്ചതല്ലേ? ഉച്ചഭക്ഷണത്തിന് വേണ്ടി വീട്ടിലോട്ട് ക്ഷീണിച്ചു പോകുമ്പോഴാണ് ഇതര സംസ്ഥാനക്കാരായ 2 സഹോദരന്മാർ ഓടയിൽ മുങ്ങിത്താണത്. വിശന്ന് പൊരിയുന്ന നൗഷാദ്, അവൻ്റെ ജാതി ഏതാ മതമേതാന്നൊന്നും ചോദിച്ചില്ല. അവർ രക്ഷിക്കാൻ വേണ്ടി ഇറങ്ങിച്ചെന്നു. അവൻ മരണത്തിനടിമയായിപ്പോയി. ആർദ്രത. പൗലോസ് പറയുകയാണ്, ഞാൻ നിങ്ങളുടെ അടുക്കൽ ആർദ്രതയുള്ളവനായി, അമ്മ കുഞ്ഞുങ്ങളുടെ അടുക്കൽ ജീവിക്കുന്ന പോലെ ആർദ്രതയുള്ളവനായി ജീവിച്ചു. പ്രിയപ്പെട്ടവരെ, ഈ ആർദ്രത നമുക്ക് തിരികെ വരണം. സുവിശേഷ രംഗങ്ങളിൽ ആർദ്രത തിരിച്ച് നമ്മുടെ ഈ സ്വയം സ്നേഹം മാറണം. നമ്മൾ നമ്മളെക്കുറിച്ച് മാത്രം കരുതുന്നവരാണ്. നമുക്ക് നമ്മളെക്കുറിച്ച് മാത്രമേ ചിന്തയുള്ളൂ. ഏറ്റവും അധികം മൈക്ക് വെളിയിൽ കൂടെ കേട്ടിട്ടുണ്ടെങ്കിലും പറയാതിരിക്കാൻ ഏറ്റവും അധികം സാർത്ഥതയുള്ള നമുക്കാണ്. ഏറ്റവും അധികം. കാരണം ഈ പത്തനംതിട്ട ജില്ലയിലാണ് മർത്തോമാക്കാർ തിങ്ങിപ്പാർക്കുന്നത്. പത്തനംതിട്ട ജില്ലയിലെ ബാങ്കുകളിലാണ് അവകാശികളില്ലാതെ പണം കെട്ടിക്കിടക്കുന്നത് എന്നാണ് അവിടുത്തെ ബാങ്ക് ഓഫീസേഴ്സ് പറയുന്നത്. കോടികൾ കെട്ടിക്കിടക്കുകയാണ്. അപ്പച്ചൻ ചെരുപ്പിടാതെ ഉടുപ്പിടാതെ ഓട്ടോയെ കയറാതെ തേഞ്ഞ് നടന്ന് ചെന്ന് ഇട്ടിട്ടിട്ടിട്ട് അങ്ങ് കൂട്ടി. നോമിനിയെ വെച്ചില്ല. മരുമോൾ എടുത്തുകൊണ്ട് പോകുന്നതുകൊണ്ട് നോമിനിയെ വെച്ചില്ല. ഗവൺമെൻറ് എടുത്തുകൊണ്ട് പോകാൻ പോവാണ്. ഒരു സുവിശേഷ മിഷൻ സൺഡേയുടെ കവർ ചെയ്യൽ മോഹം അങ്ങ് വീർക്കും. ചിലർ കവർ കൂടുതലാന്ന് നമ്മൾ സഭ മാറുന്നവരുണ്ട്. ആർദ്രത നഷ്ടപ്പെട്ടൊരു സമൂഹമായി, മറ്റുള്ളവരെ കുറിച്ച് കരുതലില്ലാത്തൊരു സമൂഹം. ആ വെപ്രാളം കാണാനായിട്ട് പാരീഷ് ഹാളിലോട്ട് ചെന്നാൽ പോരെ? കല്യാണം കഴിഞ്ഞിട്ട് എല്ലാ പാരീഷ് ഹാളിൻ്റെ മെയിൻ ഡോറെല്ലാം വളഞ്ഞൊടിഞ്ഞിരിക്കുകയാണ്. എന്തൊരു വെപ്രാളം അവിടെ. ജീവനോടെ തിരിച്ച് വന്നെങ്കിൽ ഭാഗ്യം. ഒരു ഇപ്പോൾ യാത്ര ചോദിച്ചാൽ എല്ലാവരും കല്യാണത്തിന് വന്നാൽ ഭാഗ്യം. അവിടുത്തെ ഇടിയും ബഹളമൊക്കെ ഉണ്ട്. എന്തൊരു പരവേശമായി ഇത്. ലോകത്തിൽ ആർക്കും ഇത്രയില്ല. നിങ്ങൾ ഇന്ന് വരെ കണ്ടോ കുറി തൊട്ടൊരാൾ ഇടിക്കാൻ വരുന്നത് കണ്ടിട്ടുണ്ടോ? കുറി തൊട്ട് പൊട്ട്, ഞങ്ങളുടെ ആളുകളാണ് ഞാൻ പറയാനില്ല, കുരി തൊട്ട് പൊട്ട് ഒരുത്തനും ഇടിക്കാൻ വരത്തില്ല. ഉണ്ടേലുണ്ടില്ലേ? എന്തിനാ ഈ വെപ്രാളം കാണിക്കുന്നേ? ആ ഡോറ് തുറക്കുമോ? അതുമില്ല. അതിലൊക്കെ വേറെ കുറേ പേര്. മാവി വന്നിട്ടേ തുറക്കും. 20 വർഷം മുമ്പ് മരിച്ചതാ മാവി. ഇനി വന്നിട്ട് തുറക്കാനിരിക്കുക. പിന്നെ മയങ്ങി വീണ് കുഴഞ്ഞ് വീണൊക്കെ വാരി തിന്നേച്ച് എന്ത് വളിച്ചത് തിന്ന് എന്തൊരു ഇതൊക്കെ എന്ന് മാറും? ഇതൊക്കെ എന്ന് മാറും? ഇനി കൽപ്പന മൂലം നിരോധിച്ചാലേ മാറുമായിരിക്കും. ആർദ്രത നഷ്ടപ്പെട്ടൊരു സമൂഹമായി നമ്മൾ തീർന്നിരിക്കുന്നു. ആർദ്രത. ഞാൻ കോട്ടയത്ത് കളത്തിപ്പടി പള്ളിയിൽ പ്രവർത്തിക്കുമ്പോൾ അതിൻ്റെ അടുത്ത് നമുക്ക് അവിടുത്തെ ഒരു ഗിരിദീപം സ്കൂളുണ്ട്. അതിൻ്റെ ആശ്രമമാണ്. അവിടുത്തെ അച്ഛന്മാർ ഞാനുമായിട്ട് വളരെ സ്നേഹിതരാണ്. 2 പള്ളികളും ഒരു കോമ്പൗണ്ടിലാണ്, അടുത്തടുത്താണ്. അവിടുത്തെ ഒരു അച്ഛൻ അവിടെ നിന്ന് സ്ഥലം മാറി മലബാറിൽ പോയി
ഒരു ക്രിസ്മസ് കാലത്ത് തിരിച്ചു വന്നപ്പോൾ അച്ഛനെ ഞാൻ ഞങ്ങളുടെ പള്ളിയിലെ ക്രിസ്മസിന് വിളിച്ചു, കരോളിന് വിളിച്ചു, സന്ദേശം നൽകാൻ. അച്ഛൻ എൻ്റെ സുഹൃത്തായതുകൊണ്ട് അല്പം നേരത്തെ വന്നു. ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം എന്നോടൊരു അനുഭവം പറഞ്ഞു. ആ അനുഭവം പിന്നെ അങ്ങ് ലോകപ്രസിദ്ധമായി. അത് വചനോത്സവത്തിലൊക്കെ വന്നു ആ സംഭവം. അച്ഛൻ പറഞ്ഞ വാചകം ഇതാണ്: അച്ഛൻ പലയിടത്ത് പ്രസംഗിക്കാൻ പോകുന്നതാണല്ലോ, കഴിഞ്ഞ ആഴ്ച സംഭവിച്ചൊരു കാര്യം ഞാൻ അച്ഛനോട് പറയാം. പറഞ്ഞാട്ടച്ഛന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, കഴിഞ്ഞ ഒരു ദിവസം കോളിംഗ് ബെല്ല് കേട്ട് അച്ഛൻ ഇറങ്ങിച്ചെല്ലുമ്പോൾ, അച്ഛൻ ബിഷപ്പിൻ്റെ സെക്രട്ടറിയാണ്, ഇറങ്ങിച്ചെല്ലുമ്പോൾ തളർവാദ രോഗം പിടിച്ച ഒരു സ്ത്രീയെ താങ്ങിക്കൊണ്ട്, ഒരു പുരുഷനെ താങ്ങിക്കൊണ്ട് ഒരു സ്ത്രീയും 2 മക്കളും. തളർവാദ രോഗമാണ്, അത് കണ്ടാൽ അറിയാം. കാല് നേരെ നിൽക്കുന്നില്ല, കൈയൊക്കെ തളർന്നിങ്ങനെ നിൽക്കുകയാണ്. അദ്ദേഹത്തെ താങ്ങി പിടിച്ചുകൊണ്ട് അമ്മയും 2 മക്കളും. അപ്പോൾ അവർ എന്താ വന്നതെന്ന് ചോദിച്ചു. പറഞ്ഞാൽ പിതാവിനെ കാണാൻ വന്നതാണ്. തിരുമേനിയോട് എന്ന് പറഞ്ഞു. തിരുമേനി ഇറങ്ങി വന്നു, ഇവരെ സ്വീകരിച്ചിട്ട് എന്താ വന്നതെന്ന് ചോദിച്ചപ്പോൾ ഈ സ്ത്രീയും മക്കളും കൂടെ പറയുകയാണ്, ഞങ്ങൾ ക്രിസ്ത്യാനികളാകണം, അതിനുവേണ്ടി വന്നതാണ്. അദ്ദേഹത്തിൻ്റെ പേര് ദാമോദരൻ പിള്ള എന്നാണ്. ഞങ്ങൾ നായന്മാരാണ്, ക്രിസ്ത്യാനികളാകണം. അപ്പോൾ തിരുമേനി ചോദിച്ചു, നിങ്ങൾ പോട്ടെ ധ്യാനം കൂടാൻ പോയിട്ടുണ്ടോ? ഇല്ല. നിങ്ങൾ വേദപുസ്തകം വായിച്ചിട്ടുണ്ടോ? ഇല്ല. നിങ്ങൾ പ്രസംഗം കേട്ടിട്ടുണ്ടോ? ഇല്ല. പിന്നെ എന്തായി പറയുന്നേ? അവർ 3 പേരും കൂടെ പറഞ്ഞു, ഞങ്ങളുടെ അടുത്ത് താമസിക്കുന്ന ചാക്കോ മാപ്പിളയുടെ ദൈവത്തെ ഞങ്ങൾക്കും വേണം. ആരായി ചാക്കോ മാപ്പിള എന്നറിയാമോ? മല്ലപ്പള്ളി ഭാഗത്തു നിന്ന് മലബാറി കുടിയേറി പാർത്ത ഒരു നിരക്ഷരകുക്ഷിയായ മലങ്കര കത്തോലിക്കനാണ്, കർഷകനാണ്. അദ്ദേഹം ദാമോദരൻ പിള്ള അയൽക്കാരായി ജീവിച്ചു വരവെയാണ് ദാമോദരൻ പിള്ളയ്ക്ക് തളർവാദ രോഗം പിടിച്ചത്. ചാക്കോ മാപ്പിള തൻ്റെ മക്കളോട് പറഞ്ഞിട്ട്, ആ കുഞ്ഞുങ്ങളെ നമ്മുടെ സ്ഥലത്ത് കപ്പയിട്ട് കഴിയുമ്പോൾ ചാക്കോ മാപ്പിളയ്ക്ക് കപ്പയിട്ട് കൊടുത്തേക്കണം, ദാമോദരൻ പിള്ളയുടെ സ്ഥലത്ത് കപ്പയിട്ടേക്കണം. നമ്മുടെ നിലം വിതച്ച് കഴിയുമ്പോൾ ഇവിടെ നിലം വിതച്ച് കൊടുത്തേക്കണം. ആ അമ്മ പറയുകയാണ്, തിരുമേനി കഴിഞ്ഞ 5-6 വർഷമായി ഞങ്ങൾ ജീവിക്കാൻ ചാക്കോ മാപ്പിളയുടെ കാരുണ്യം കണ്ടാണ്. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഫീസ് കൊടുക്കുന്ന അവരാ തരുന്നത്. ഒന്നീ ചാക്കോ മാപ്പിള കൊണ്ട് തരും, അല്ലെങ്കിൽ മക്കളുടെ കൊണ്ട് തരും. കഴിഞ്ഞ ആഴ്ച ചാക്കോ മാപ്പിള ഞങ്ങളുടെ വീട്ടിൽ വന്നപ്പോൾ ഞാൻ അങ്ങ് ചോദിച്ചു, എന്തുകൊണ്ട് ഞങ്ങളെ ഇങ്ങനെ സ്നേഹിക്കുന്നു? ഒരിക്കലും ഈ കടം വീട്ടുവാൻ നിവൃത്തിയില്ലാത്ത മറ്റൊരു സമുദായത്തെ പറഞ്ഞു ഞങ്ങളെ നിസ്സഹായരായി ഞങ്ങളെ എന്തുകൊണ്ട് സ്നേഹിക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ ചാക്കോ മാപ്പിള പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ അതും ഇതൊന്നും പറയുമായിരുന്നില്ല. ചാക്കോ മാപ്പിള പറയുകയാണ്, എൻ്റെ കർത്താവ് പറഞ്ഞിട്ട് ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. അദ്ദേഹം വലിയ ആത്മാഭിഷിക്തനാണെന്ന് അഭിമാനിക്കുന്നവനല്ല. ഒരു സാധാരണ ഒരു കത്തോലിക്ക കർഷകൻ പറയുകയാണ്, എൻ്റെ കർത്താവ് പറഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. എൻ്റെ പിള്ളേച്ച നിൻ്റെ പിള്ളേർ പട്ടിണി കിടക്കുമ്പം എനിക്ക് കപ്പ തിന്നാൽ എൻ്റെ തൊണ്ടയ്ക്കൊന്നും ഇറങ്ങത്തില്ല. നിൻ്റെ പിള്ളേർ കഞ്ഞി കുടിക്കാതിരിക്കുമ്പോൾ ഞാനിങ്ങനെ കഞ്ഞി കുടിക്കുന്നത്. എൻ്റെ കർത്താവ് പറയുന്നത് നിന്നെപ്പോലെ എൻ്റെ അയൽക്കാരനെ സ്നേഹിക്കണമെന്നാണ്. എൻ്റെ പിതാവേ, ആ ദൈവത്തെ ഞങ്ങൾക്കൂടെ വേണം. ആർദ്രതയുള്ളവരായി ജീവിക്കണം. സുവിശേഷകർ ആർദ്രതയുള്ളവരായി, നൽകുന്നവരായി ജീവിക്കണം. സ്വീകരിക്കുന്നവരായി മാത്രമല്ല, ആ നൽകലെന്നുള്ള ഗിവിങ് എന്നുള്ള ഒരു നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. 4-ാമത്തെ മെറ്റഫോർ പറഞ്ഞ എൻ്റെ വാക്കുകൾ അവസാനിക്കും. 11-ാമത്തെ വാക്യം. ഞങ്ങൾ നിങ്ങളിൽ ഓരോരുത്തരെ അപ്പൻ മക്കളെ എന്ന പോലെ പ്രബോധിപ്പിച്ചും ഉത്സാഹിപ്പിച്ചും സാക്ഷ്യം പറഞ്ഞും പോകുന്നു. 4-ാമത്തെ മെറ്റഫോർ പൗലോസ് പറയുന്നത് ലവിങ് ഫാദർ. ഒരു സുവിശേഷകൻ ആരായിരിക്കണം? ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട കാര്യവിചാരകനാണെന്നുള്ള ബോധ്യമുണ്ടായിരിക്കണം. ഒരു സുവിശേഷകൻ ആരായിരിക്കണം? താൻ ഏറ്റ സുവിശേഷം മറച്ചു വെക്കാതെ പ്രസംഗിക്കുന്നവനായിരിക്കണം. ഒരു സുവിശേഷകൻ ആരായിരിക്കണം? പ്രസംഗിച്ചാൽ മാത്രം പോരാ, ജീവിത ചുറ്റുപാടുകളിൽ ആർദ്രതയോടെ, ഒരു അമ്മ കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്നത് പോലെ ആർദ്രതയോടെ ജീവിക്കുന്നവരായിരിക്കണം. 4-ാമത് പൗലോസ് പറയുകയാണ്, ഒരു സുവിശേഷകൻ ആരായിരിക്കണം? സാക്ഷ്യമുള്ളവനായി ജീവിക്കണം. എങ്ങനെ? അപ്പൻ മക്കളുടെ അടുക്ക ജീവിക്കുന്നത് പോലെ. എ ലവിങ് ഫാദർ. ഒരു ഏറ്റവും വലിയ സാക്ഷ്യമെന്ന് പറയുന്നത് അപ്പനെക്കുറിച്ച് മക്കൾ പറയുന്നതാണ്. നമുക്ക് നമ്മളെക്കുറിച്ചൊക്കെ നല്ല സാക്ഷ്യമാണ്, നല്ല കാര്യമാണത്, നമുക്കേലും വേണമല്ലോ. നമ്മുടെ മക്കൾ എന്താണ് നമ്മളെക്കുറിച്ച് പറയുന്നതെന്ന് ശ്രദ്ധിക്കണം. ഒരു സുവിശേഷൻ വളരെ ശ്രദ്ധയോടെ ജീവിക്കണം. പ്രബോധിപ്പിച്ച് ഉത്സാഹിപ്പിച്ചും സാക്ഷ്യം പറഞ്ഞും പോന്നു. ഇതാണ് നമ്മുടെ സമൂഹത്തിൽ നഷ്ടപ്പെട്ടിരിക്കുന്നത്. സാക്ഷ്യം നഷ്ടപ്പെട്ട ജീവിതമാണ് നമുക്ക് ലോകത്തെ നേടുവാൻ സാധിക്കാതെ ഇരിക്കുന്നത്. എവിടെയും സാക്ഷ്യമില്ലാത്തൊരു സമൂഹമായി നമ്മൾ അധപ്പതിച്ചു പോയിട്ടുണ്ടെങ്കിൽ അത് സുവിശേഷത്തിന് ഹാനികരമാണ്. സുവിശേഷത്തിൻ്റെ ശത്രു ആരാണ്? സുവിശേഷത്തിൻ്റെ ശത്രു സഭയ്ക്ക് വെളിയിലല്ല, സഭയ്ക്കുള്ളിലാണ്. സാക്ഷ്യമില്ലാതെ ജീവിക്കുന്ന വിശ്വാസികളാണ് സഭയുടെ ശത്രു. നമ്മൾ ആരും ഉദ്ദേശിക്കുന്നവരല്ല ശത്രു.
സാക്ഷ്യമില്ലാതെ ജീവിക്കുന്നവരാണ് സഭയുടെ ശത്രു. പൗലോസ് പറയുകയാണ്, ഞാൻ എങ്ങനെയാണ് നിങ്ങളുടെ അടുക്കൽ ജീവിച്ചത്? സാക്ഷ്യമുള്ളവരായി, പ്രബോധിപ്പിക്കുന്നവനായി, ഉത്സാഹിപ്പിക്കുന്നവനായി ജീവിക്കുവാനായിട്ട് ശ്രമിച്ചു. ഈ സാക്ഷ്യം നമുക്ക് തിരികെ കൊണ്ടുവരണം. ഇവർ ഞങ്ങളുടെ അടുക്കൽ ജീവിക്കുന്ന ഒരുപറ്റം വിശ്വാസികളാണെന്ന് പറയണം. അങ്ങനെ ആയിരുന്നു പണ്ട് കാലത്തൊക്കെ. നമ്മളെപ്പോഴും കരിമ്പിച്ചെറിയാച്ചനെ കുറിച്ചൊക്കെ പറയും അല്ലേ? കരിമ്പിച്ചെറിയാച്ചൻ, നമുക്ക് അഭിമാനിക്കുന്ന 1-2 ചെറിയാച്ചന്മാരും കറിയാച്ചന്മാരും ഒക്കെ ഉള്ളതുകൊണ്ട് നമ്മളിപ്പോഴും പ്രസംഗിക്കുകയാണ്. അലക്സാണ്ടർ മാർത്തോമ്മ തിരുമേനി പറയുമായിരുന്നു, തിരുമേനി അടൂര് താമസിക്കുമ്പോൾ ഒരു തോമാച്ചനെ കുറിച്ച് ഇങ്ങനെ കേട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. കായംകുളത്തു നിന്ന് മത്സ്യച്ചന്തയിൽ നിന്ന് മീൻ എടുത്തുകൊണ്ട് കൊട്ടയെ വെച്ച് സൈക്കിളെ വെച്ച് ചവിട്ടി അടൂര് വരെ വരുന്ന തോമാച്ചൻ നിർത്തമക്കാരനാണ്. എളുപ്പംകാലം 4 മണി തൊട്ട് ചവിട്ടി തുടങ്ങുന്ന അടൂരാകുമ്പോഴത്തേക്ക് മീൻ തീരും. കാരണം ഈ തോമാച്ചൻ്റെ മീൻ വാങ്ങിക്കാൻ വേണ്ടി ആളുകൾ നോക്കി നിൽക്കും. കാരണം തോമാച്ചൻ കളിപ്പിക്കുകയില്ല, മീൻകാരനാണ്. സാക്ഷ്യമുള്ള തോമാച്ചൻ. നമ്മുടെ ജീവിതരംഗങ്ങളിൽ സാക്ഷ്യമുള്ളവരായി ജീവിക്കുക സുവിശേഷൻ്റെ ജീവിതത്തിലെ അതിപ്രധാനമായ ഒന്നാണ്. ഞാൻ പല സ്ഥലങ്ങളിൽ പ്രസംഗിക്കാൻ പോകുന്നയാളാണ്. ഒരു പള്ളിയിൽ പ്രസംഗിക്കാൻ പോയിട്ട് എന്നെ ഒരു വീട്ടിൽ ഉച്ചഭക്ഷണത്തിന് കൊണ്ടുപോയി. അവരുടെ കാറിൽ തന്നെയാണ് കൊണ്ടുപോയി. എൻ്റെ കാറ് പള്ളിയിലിട്ടേക്കുമായിരുന്നു. അപ്പോൾ അവർ കാറെ കയറുന്നൊരു സ്വോത്രം പ്രൈസലോടൊക്കെ പറയുന്നുണ്ട്. നല്ല ജീവനുള്ള ക്രിസ്ത്യാനികളാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ അങ്ങോട്ട് ചെന്നു. അവിടെ ഭക്ഷണം ഒരുക്കിയേക്കുന്നൊക്കെ അവർ പറഞ്ഞു, അച്ഛാ ദൈവം ഞങ്ങളെ അങ്ങ് അനുഗ്രഹിച്ചേക്കുക അച്ഛാ, ഞങ്ങൾ വിദേശത്തായിരുന്നു 10-30 വർഷം, വേണ്ടാന്ന് വെച്ചെങ്കിൽ പോകുന്ന അതൊക്കെ ചുമ്മാതെ പിരിച്ച് റിട്ടയർ ചെയ്തതാണ്. എല്ലാവരും വേണ്ടാന്ന് വെച്ചല്ലോ, അത് ചുമ്മാതെ എല്ലാവരും വേണ്ട അച്ഛൻ എന്തിനാ അച്ഛൻ മതി ചുമ്മാതെ പറയുക, എല്ലാം പിരിച്ചു വിട്ടേച്ച് പോകുക, എല്ലാം റിട്ടയർ ചെയ്ത് വരുന്നതാണ്. ഏതായാലും ഇദ്ദേഹം പറഞ്ഞു, പക്ഷേ ഇഷ്ടം പോലെ വിഭവസമൃദ്ധമായ ഭക്ഷണം, വിഭവസമൃദ്ധമായ അവരുടെ ആ ഗ്രേഡിനൊപ്പിച്ചുള്ള ഭക്ഷണമാണ്. ഇങ്ങനെയൊക്കെ വെച്ചാൽ ഞങ്ങളിപ്പോൾ അങ്ങ് ആത്മീയമായിട്ട് അങ്ങ് സന്തോഷത്തിലാച്ചാ. ഞങ്ങൾക്ക് മർത്തോമാ സഭയൊന്നുമില്ല, ദൈവമക്കൾ കൂടുന്നിടത്തൊക്കെ ഞങ്ങൾ പോകും. അതുകൊണ്ടൊരുണ്ടല്ലോ ഒരു എരിയും പുളിയൊക്കെ വെച്ചാൽ ഞങ്ങൾ ഇങ്ങനെ അങ്ങ് പോകാൻ വെച്ചാൽ കൂട്ടായ്മേലെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അങ്ങ് ഒരു എരിയും പുളിയൊക്കെ വെച്ച് ഞങ്ങൾ വൈപ്പർ അടിച്ച് പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിലാന്നൊക്കെയുള്ള മട്ടിലങ്ങ് ഞാൻ യേശു വെച്ച് കാരണം ചോറുണ്ടണമല്ലോ. എന്നാലും ഇതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾക്കൊരു വിഷമമുണ്ടച്ചാ. ഞാൻ വെച്ചാൽ ഇതിൻ്റെ ഇടയ്ക്ക് എന്നാ പ്രശ്നം? ഞങ്ങളുടെ ഇളയ മോൻ പോരാ അച്ഛാ, പോരാ അച്ഛൻ, അവന് വേണ്ടി പ്രാർത്ഥിക്കും. ഞാൻ എന്ത് അവൻ യൂത്ത് ലീഗിന് ഇരിക്കുക. ആ യൂത്ത് ലീഗ് എന്ന് പറയുന്നത് തന്നെ ഒരു പരിഹാസമുണ്ട്. ഈ ഭക്തന്മാർക്ക് യൂത്ത് ലീഗ് ഇഷ്ടമല്ലല്ലോ. യൂത്ത് ലീഗിന് ഇരിക്കുക അച്ഛാന്ന്. അപ്പം ഞാൻ ഉണ്ടോണ്ടിരുന്നപ്പോൾ അവൻ യൂത്ത് ലീഗ് കഴിഞ്ഞ് വന്നു. നമ്മളുടെയൊക്കെ അനയിക്കണ്ടാ വന്നേ. ഞാൻ ചോദിച്ചു, മോനെ റെജി എന്തുകൊണ്ടാണ് വിശേഷം? വിശേഷം ഒന്നുമില്ല അച്ഛൻ, സന്തോഷമായിരിക്കുന്നു. പോരാന്നാണല്ലോ പപ്പായുടെ മമ്മിയുടെ അഭിപ്രായം. എന്തോ പോരാന്നാ ചല്ല കുറച്ചുകൂടെ ആത്മീയമായിട്ടേ. അച്ഛൻ ചോറിന് വെച്ചാൽ ഒരു കളി കാണിക്കാമെന്ന് പറഞ്ഞു. അവൻ്റെ കളി കാണാൻ വേണ്ടി ഞാൻ ചോറ് വേഗം വാരി തന്നു. ചോറുണ്ട് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, കൈ കഴുകുന്നിടത്തോട്ട് ഇവൻ ഇങ്ങോട്ട് വന്നിട്ട് ഇങ്ങനെ വെള്ളം ഒഴിച്ചു തരികയാണ്. എന്തോ ഒരു വിനയമുള്ള ചെറുക്കൻ. ഇവനെക്കുറിച്ച് ഇവർ ഇതാ വയ്ക്കാതി പറഞ്ഞ് കൈ കഴുകി അവൻ എന്നോട് വെച്ചാൽ ആ വീട് കണ്ടോയെന്ന് ചോദിച്ചു. അത് ഞങ്ങളുടെ ഉപ്പാപ്പൻ്റെ വീടാണ്. 2 മുറിയും ചരിപ്പും മുന്നിലൊരു വരാന്ത ഇറക്കിയിരിക്കുന്ന തേക്കാത്ത പഴയ വീടുണ്ടല്ലോ നമ്മുടെ, അതൊക്കെ മറന്നു കാണും നിങ്ങളൊക്കെ. ഒരു കൊച്ചു വീട്, അത് ഞങ്ങളുടെ തറവാട് വീടാച്ചാൽ അവിടെ ഉപ്പാപ്പനും കൊച്ചമ്മയും താമസിക്കുന്നേ. അവിടെ ആ ഞങ്ങളുടെ വല്യപ്പച്ചനും വല്യമ്മച്ചനും താമസിക്കും. ഇത് ഞങ്ങളുടെ മമ്മിയും പപ്പായും വെളിയിൽ പോയി വന്ന വെച്ച വീടല്ലയോ. ഞങ്ങളുടെ ഉപ്പാമ്മ റബ്ബർ വെട്ടുകാരനാച്ചാ. പുള്ളിക്ക് 10-40 മൂട് റബ്ബർ ഉണ്ട്. വല്ലോടെ റബ്ബർ വെട്ടിയൊക്കെ അച്ഛാ ജീവിക്കുന്നേ. അച്ഛാ ഉപ്പാപ്പൻ്റെ വീട്ടിലോട്ട് വന്ന് വഴി കാണണോ അച്ഛാ? താഴോട്ട് നോക്കാൻ പറഞ്ഞു, അന്ധകാരത്തിലോട്ട് നോക്കിയപ്പോൾ 1.5 അടി വീതിയുള്ളൊരു വഴിയാണ്. അവിടെ അച്ഛങ്ങളുടെ മമ്മി കുപ്പിമുറിയും വേസ്റ്റും ഒക്കെ ഇടുന്നത്. അത് ഇട്ടോട്ട് പോയ സാരമില്ല അച്ഛാ. ആ 1-2 ആഴ്ച കൂടുമ്പോൾ ഞങ്ങളുടെ അപ്പച്ചനെ അമ്മച്ചി ആശുപത്രി കൊണ്ടുപോകണം അച്ഛാ. ഒരു ഫർലോങ് ദൂരെ ഓട്ടോ വരത്തുള്ളച്ചാ. ആ അപ്പച്ചനെ അമ്മച്ചി ഉപ്പാപ്പനും കൊച്ചമ്മയും കൂടെ എടുത്തുകൊണ്ട് ഞാനിവിടെ പോയി സഹായിച്ചാച്ചാ ഓട്ടോയെ കയറ്റാൻ പോന്നേ. പല പ്രാവശ്യം പപ്പായോട് പറഞ്ഞു, എൻ്റെ പപ്പ ഒരു 4 അടി വീതി ഞാൻ കൊടുക്ക്, നമുക്കിഷ്ടം പോലെ ഉണ്ടല്ലോ. ഒരിക്കൽ പഞ്ചായത്ത് പ്രസിഡന്റും വികാരി എല്ലാം കൂടെ ചെന്ന് വേലി മാറി 4 അടി വീതി അവിടെ കെട്ടി. അച്ഛൻ പ്രാർത്ഥനയിൽ ചെല്ലുന്നതിന് പിന്നെ 1.5 അടിയായി. കർത്താവ് എന്താച്ചാ വരാത്ത കാലമായില്ലയോ പ്രിയനെ? തീ കത്തിക്കോ കള്ളക്കൂട്ടൻ. ഒരു വട്ടയുടെ പേര് വിട്ടുകൊടുക്കാത്തവർ, ഒരു ആഞ്ഞിലിയുടെ പേര് വിട്ടുകൊടുക്കാത്തവർ. കാലമായില്ലയോ എന്തൊക്കെ പറഞ്ഞ് കളിപ്പിക്കുന്നത്? വരാത്ത എന്താച്ചാ കർത്താവ് റെഡി ആയിരിക്കുകയാണ്. സാക്ഷ്യമില്ലാത്തവർ. വല്ലത്തൊരു വഴി വെട്ടാൻ പോയി ഒരു ഇഞ്ച് തരുമോ? 1 ഇഞ്ച് വല്ല നായന്മാരുണ്ടെ തരും. സാക്ഷ്യം നഷ്ടപ്പെടുത്തിയിരിക്കുന്നു. പൗലോസ് പറയുകയാണ്, സാക്ഷ്യമുള്ളവനായി ഞാൻ ജീവിച്ചു. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. 4 കാര്യങ്ങളാണ് പറയാൻ ശ്രമിച്ചത്. വചനമേകുക, വചനമാകുക.
രണ്ട് കാര്യം നമുക്ക് ദൈവവും ലോകവും എന്നുള്ള അകലം കുറയ്ക്കാം. ദൈവത്തെ ജനങ്ങളിലേക്ക് കൊണ്ടുവരുന്നതിനാണ് നമ്മുടെ ജീവിത ശൈലി. ആർദ്രതയോടെ ജീവിക്കുക, സാക്ഷ്യമുള്ളവരായി ജീവിക്കുക. നമ്മളിലൂടെ മറ്റുള്ളവർ കർത്താവിനെ കാണും. ജനത്തെ ദൈവത്തിങ്കിലേക്ക് കൊണ്ടുപോകുന്നതിനാണ് വചനം പഠിപ്പിക്കുക. വചനമാകുവാനും വചനമേകുവാനും നമുക്ക് സാധിക്കണം. ഈ 4 മെറ്റഫേഴ്സ് രണ്ടായിട്ട് തിരിക്കാം. ആദ്യത്തെ 2 റെസ്പോൺസിബിലിറ്റി ടു ദ വേർഡ് ഓഫ് ഗോഡ്, ദൈവവചനത്തോടുള്ള നമ്മുടെ ഉത്തരവാദിത്വം. 3-4 മെറ്റഫേഴ്സ് റെസ്പോൺസിബിലിറ്റി ടു ദ പീപ്പിൾ ഓഫ് ഗോഡ്, ദൈവജനത്തോടുള്ള ഉത്തരവാദിത്വം. അതുകൊണ്ട് ഈ വർഷം സുവിശേഷകരായി ജീവിക്കാനായിട്ട് നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. സുവിശേഷവാഹകരായി സുവിശേഷത്തിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് സുവിശേഷം ഏകുവാനും സുവിശേഷമാകുവാനും നമുക്ക് സമർപ്പിക്കാം. അങ്ങനെ സുവിശേഷ വിഹിത സഭയായ മാർത്തോമാ സഭ വലിയൊരു സാക്ഷ്യമുള്ള സഭയായി സുവിശേഷ രംഗത്ത് മുന്നേറുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം, ഒരുമിച്ച് പ്രവർത്തിക്കാം. അദ്ദേഹം നമ്മെ സഹായിക്കട്ടെ.